ഇന്ന് ഒരു ദൈവവചനം സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് തന്നത് ദൈവസഭയോട് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു കാര്യം ഓർക്കണം, ഞായറാഴ്ച രാവിലെ എന്തെങ്കിലും ഫ്രഷായിട്ട് ഒരു പുതിയ സബ്ജക്റ്റ് കൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്നതോ പഠിപ്പിക്കുന്നതല്ല ഇവിടുത്തെ ഒരു രീതി. സാധാരണ ഈ സഭയോട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമൊക്കെ പ്രത്യേകിച്ച് ഇവിടെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദൈവം എന്ത് സംസാരിക്കുന്നോ അതിനെ ഒന്ന് ക്രോഡീകരിച്ചിട്ടാണ് സൺഡേ ഇവിടെ പറയുന്നത്. കാര്യം കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി കഴിഞ്ഞ 3 ദിവസം ഇവിടെ പ്രെയർ ഉണ്ടായിരുന്നു. എ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർസെസേഴ്സ് വർ സിറ്റിംഗ് ആൻഡ് ഇൻ്റർസീഡിങ് ഇൻ ദിസ് പ്ലേസ്. അപ്പോൾ അവിടെ ദൈവത്തെ അന്വേഷിച്ചിരുന്നപ്പം ദൈവം പല പല സന്ദേശങ്ങൾ ദൈവം തന്നതെല്ലാം അതെല്ലാം കൂടെ എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ അത് പൊതുസഭയോട് പറയുന്നത്. അങ്ങനെ ഒരു രീതിയാണ് എനിക്കുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അല്ലെങ്കിൽ ഇടദിവസങ്ങളിൽ ചിലപ്പോൾ ചില സൂം മീറ്റിങ്സിൽ പോലും പറയുന്ന കാര്യങ്ങളായിരിക്കും അത് ഫൈനലി സൺഡേ അതൊരു മെസ്സേജായിട്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം എവിടെന്നെങ്കിലും പെട്ടെന്ന് വന്നതല്ല. ഗോഡ് ഈസ് കണ്ടിന്യൂലി സ്പീക്കിംഗ് ടു ഹിസ് ചേർച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം ദ എപ്പിസോഡ് ഓഫ് ജെയിംസ് 5-ാം അധ്യായം 17 വാക്യം. യാക്കോബിൻ്റെ ലേഖനം, യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. അത്രയും മതി തൽക്കാലം. അവിടെ ഇരിക്കുന്ന കോണ്ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി. അതായത് മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പെയ്തില്ല, പിന്നെ പെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെയ്തു. അത്രയ്ക്ക് ശക്തിമാനായിരുന്നു അല്ലേ? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു ഈ സൂപ്പർ ഹീറോ ഏലിയാവ് എന്ന് പറഞ്ഞാൽ. ഏലിയാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് അയ്യോ അങ്ങനെത്തുക, അയ്യോ അങ്ങനെ ഒരു സംഭവമല്ലേ ഏലിയാവ്. പക്ഷേ ഇവിടെ യാക്കോബ് പറയാം അങ്ങനെ ഒരു സാധാ മനുഷ്യൻ, നമ്മളെപ്പോലുള്ളൊരു സാധാ മനുഷ്യൻ. നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഏലിയാവെന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങ് അയ്യോ അങ്ങനെ കർമ്മേലിൻ്റെ കൊടുമുടി നിൽക്കുന്നൊരു വലിയ ഹീറോ ആണ്. നമ്മളാരാ? അയ്യോ അല്ല, ബൈബിൾ പറഞ്ഞ അങ്ങനെയല്ല. അങ്ങനെ നമ്മളെപ്പോലൊരു സാധാ മനുഷ്യനാണ്, നമ്മളെപ്പോലൊരു വെറും സാധാ മനുഷ്യൻ. ഓക്കെ, ഈ സാധാ മനുഷ്യൻ്റെ കാര്യം നമുക്കറിയാം. ഏലിയാവ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ ബൈബിളിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും വേറെബോട്ട്സും ഒന്നുമില്ല. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലപ്പേര് തിഷ്ബിയിൽ നിന്ന് വന്ന തിഷ്ബിയനായ ഏലിയാവ്, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുലം, ഗോത്രം, അപ്പനമ്മമാരുടെ ഒരു ഡീറ്റെയിലും ഇല്ല. സാധാരണ ബൈബിളിൽ അങ്ങനെയല്ല. പലരുടെയും ഇന്നാരുടെ മകൻ എന്നൊക്കെ പറയും. ഈ പാവത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതേ ആ കൂടി എവിടത്തുകാരെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വന്നിട്ട് അങ്ങ് കയറി അങ്ങ് ശുശ്രൂഷ തുടങ്ങി. അയാൾ ഈ പറഞ്ഞ പോലെ വളരെ തൻ്റെടിയായിരുന്നു, വളരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കണ്ട. കാരണം നേരത്തെ അദ്ദേഹത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരിക്കലൊരു പർവ്വതത്തിൻ്റെ മണ്ടയിൽ ഈ പറഞ്ഞ പോലെ സത്യദൈവം ആരെന്ന് തെളിയിക്കുവാനൊരവസരം തന്നിലൂടെ ദൈവം കൊടുത്തു. അപ്പോഴാണ് അവിടെ തൻ്റെ ഇടത്തോടെ രാജാവ് നിൽക്കുന്നു അയാൾക്കെതിരെ. 480 ബാലിൻ്റെ പ്രവാചകന്മാർ നിൽക്കുന്നു, അവർക്കെതിരെ തൻ്റെ ഇടത്തോടെ മുകളിലോട്ട് നോക്കി ഒരു പ്രാർത്ഥന, കൊച്ചു പ്രാർത്ഥന. ദൈവമേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അടുപ്പമുണ്ട്, എനിക്ക് തന്നെ അറിയാം, ഐ നോ യു ആർ, ബട്ട് ദീസ് ഫെലോസ് നീഡ് ടു നോ ഹൂ യു ആർ. ഇവന്മാരൊന്ന് അറിയണം നീ ആരാണ്, സത്യദൈവം ആരാണെന്നൊന്ന് തെളിയിക്കണം. അതിന് ഒറ്റ കാര്യമുള്ളൂ, ഞാനിവിടെ ഒരു യാഗപീഠം ഒരുക്കി യാഗവസ്തു വെച്ചിട്ടുണ്ട്, അപ്പുറത്താവുമാരും വെച്ചു. നേരം വെളുത്ത് ഇത്രയും നേരം കിടന്ന് ബഹളം വെച്ചല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അമ്മാർ ഈ ആയുധം കൊണ്ട് തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചൊക്കെ രക്തം ഒലിപ്പിച്ചുകൊണ്ടൊക്കെയാണ് കിടന്ന് വിളിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ട് അവരുടെ ദൈവം വിളി കേട്ടില്ല. അതുകൊണ്ട് ദൈവമേ അങ്ങൊന്ന് ഉത്തരവയച്ചേക്കണേ. പറഞ്ഞു തീർന്നില്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആ യാഗവസ്തുക്കളെ മുഴുവൻ ദഹിപ്പിച്ചു, വിട്ടില്ല. ഏലിയാവ് പുറകെ കൂടി ഈ പറഞ്ഞ 450 തീർത്തു എന്നാണ് അവിടെ നമ്മൾ വാക്കിയത്. അങ്ങനെ ഒരു വലിയ വിജയം ആ കൊടുമുടിയിൽ വെച്ച് കർത്താവ് ഏലിയാവിന് കൊടുത്തു. ഏലിയാവിനെ മാനിച്ചു. ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ അഭിഷിക്തനെ മാനിച്ചു. അവിടെ ദൈവം അഭിഷിക്തനെ മാനിച്ചതിനേക്കാൾ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. അതൊന്ന്. ശരി, അങ്ങനെ വിജയശ്രീലാളിതനായി ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെ ഹീറോ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഞെളിഞ്ഞ് അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴാണ് ഒരു പ്രശ്നം. ആ 19-ാം അധ്യായം 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലേക്ക് വന്നേ. 1 Kings chapter 19 അതിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പം അവിടെ ഇങ്ങനെയാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ആഹാബ് വീട്ടിൽ വന്നിട്ട് നേരെ ആരോടത്താണ്? മാഡത്തിനോടാണ് കാര്യമൊക്കെ പറഞ്ഞത്. എന്താണ്? എൻ്റെ പൊന്നെ എടി, ഇന്ന് കാണണമായിരുന്നു, ഒരു സംഭവമായിരുന്നു സ്വർഗത്തിൽ നമ്മുടെ മറ്റേ അങ്ങനെയല്ലേ ഏലിയാവ്. അയ്യോ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഒരു കൊച്ചു പ്രാർത്ഥന എടി മേളീന്ന് തീങ്ങി വന്ന് ഇറങ്ങി. മറ്റവന്മാർ നേരം വെളുത്ത്
എൻ്റെ ആൾക്കാരുണ്ടല്ലോ, ഈ അമ്മരെ കാര്യം പറയാതിരിക്കുന്ന നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വന്നങ്ങ് റിപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും മാഡം ഒരു ഉത്തരവ് അങ്ങിട്ടു. എന്താണെന്ന് ഉത്തരം ഇട്ടത്? ഏലിയാവ് ഉടനെ ഏലിയാവിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്തെ ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. കണ്ടോ, ദൈവം വലിയൊരു വിജയം കൊടുത്തതും ദൈവനാമം മഹത്വപ്പെട്ടതുമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് കേട്ട് ഒരാൾക്ക് അടങ്ങി, ആ രാജാവിന് പോലും സത്യം പറഞ്ഞാൽ അയാൾ വലിയ എക്സൈറ്റഡ് ആയി പോയെന്നാണ് ഞാൻ വിചാരിച്ചു. അയാളൊരു ഭാവത്താനാണ് ഉള്ളത് പറയണമല്ലോ. ഈ ആഹാവ് നിങ്ങൾ വരിക്കുന്ന ഒരു വലിയ ദുഷ്ടനൊന്നും അല്ല കേട്ടോ. അയാൾ വീട്ടിൽ ചെന്ന് ഉള്ളതുപോലെ അങ്ങ് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത് കേട്ടപ്പം മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. മാഡം എന്ത് ചെയ്തു? ഒരു തീരുമാനം അങ്ങ് അറിയിച്ചു. നാളെ ഈ സമയം നീ ഇന്ന് എന്ത് കാണിച്ച് ഷൈൻ ചെയ്തോ നിന്നെ ഈ സമയത്തിനകത്ത് ഞാൻ തീർത്തിരിക്കും. ഇല്ലേ എൻ്റെ ദേവന്മാർ എന്നോട് അധികം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി അങ്ങ് ചെയ്തു. അടുത്ത വാക്യം, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ് ഹി ഫ്ലഡ് ഫോർ ഹിസ് ലൈഫ് എന്നാണ് ഇംഗ്ലീഷിൽ. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓടി. അതാണ് സത്യം. ഞാൻ ചോദിച്ചോട്ടെ, തലേന്ന് ഇദ്ദേഹം എന്താ ചെയ്തത്? ദൈവത്തിൻ്റെ നാമത്തെ അവിടെ മഹത്വപ്പെടുത്തി, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി, അല്ലേ? തൻ്റെ ഇടത്തോടെ ഈ പറഞ്ഞ പോലെ 450 പേരെ വകവരുത്തി. ഇത്രയൊക്കെ വളരെ എന്താ പറഞ്ഞ ധൈര്യത്തോടു കൂടെ ചെയ്ത മനുഷ്യൻ, ഒരു സ്ത്രീ ഒരു ഭീഷണി മുഴക്കിയപ്പോഴത്തേക്കും ഭയപ്പെട്ട് ജീവന് വേണ്ടി ഓടുന്ന ഒരു കാര്യം. ആ പോകുന്ന വഴിക്ക് വേലക്കാരനെ പോലും കൂടെ ഒരുത്തനുണ്ട്, ഒരുത്തൻ എയ്ഡ്, അവനെപ്പോലും നീ എൻ്റെ കൂടെ വരണ്ട, അവനെപ്പോലും ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് പോവുകയാണ്, ഐസൊലേറ്റ് ചെയ്ത് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ചെന്ന് ബേർഷേബയ്ക്ക് ചെന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ അടുത്ത വാക്യം 4-ാം വാക്യം, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ഛിച്ചു. അപ്പോൾ നോക്കിയാ തൻ്റെ ആ പ്രോഗ്രഷൻ ശ്രദ്ധിക്കണേ. ഒന്ന്, താൻ ഭയപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഹി വാസ് അഫ്രെയ്ഡ്. നമ്പർ 2, ഹി വാണ്ടഡ് ടു റൺ, ഹി വാണ്ട് ടു ഫ്ലീ ഫോർ ലൈഫ്, അല്ലേ? അപ്പം ഈ ജീവനെ പേടിച്ചാണ് ഈ ഓടുന്നത്. പക്ഷേ ഓടിയിട്ട് എന്താണ് അടുത്തത്? തൻ്റെ ആഗ്രഹം എന്താണ്? മരിക്കുക. എനിക്കൊരു സിമ്പിൾ ചോദ്യം, ഞങ്ങൾക്ക് എന്തായാലും മരിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ അവിടെ നിന്നാൽ പോരെ? അവൾ കൊന്നോളുമല്ലോ, ഇസബേൽ കൊന്നു തരുമല്ലോ, എന്തിനാണ് ഈ പാട്? അപ്പോൾ ഇയാൾ ഓടുന്നത് ജീവനെ രക്ഷിക്കാനാണ്, പക്ഷെ പ്രാർത്ഥിക്കുന്നത് എന്താ? അവിടെ ഒരു കോൺട്രാസ്റ്റ് ഇല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ പറ, വെദർ ഹി വാണ്ടഡ് ടു ലിവ് ഓർ ഡൈ. വെൻ വി ആർ കൺഫ്യൂസ്ഡ് ഇങ്ങനെയൊക്കെ നമ്മളും കാണിക്കും, അല്ലേ? നമ്മൾ പറയുന്നതല്ല ചെയ്യുന്നത്. ഈ അങ്ങ് ചത്താമതിയെങ്കിൽ അവിടെ നിന്നാൽ പോരെ, അവൾ കൊല്ലുമല്ലോ, പിന്നെ അതിനെ ഓടുന്നത്. വൈ ആർ യു റണ്ണിങ് ഫോർ ലൈഫ്, അല്ലേ? അതിൻ്റെ അർത്ഥം പുള്ളിക്ക് ജീവിക്കുകയും വേണം, പക്ഷേ മരിക്കുകയും വേണം. രണ്ടും കൂടെ പറ്റുമോ? ഏതിലും ഒന്നല്ലേ പറ്റത്തുള്ളൂ, അല്ലേ? ജീവിക്കണമെങ്കിൽ ജീവിക്കണം, മരിക്കണമെങ്കിൽ അത് ചെയ്യണം. ഇവിടെ പറയുക, എന്നെ അങ്ങ് എടുത്തോണേ, മരിക്കണം. എന്നിട്ട് അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ മതി, ഇറ്റ് ഈസ് ഇനഫ്, അല്ലേ? ഇറ്റ് ഈസ് ഇനഫ്. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇവിടെ എന്താ പറയുന്നത്? മതി. ഇതിലേതാ നമ്മൾ പറയുന്നത്? നമ്മുടെ ജീവിതം എവിടെയെങ്കിലും വെച്ച് നമുക്ക് പറയാൻ കഴിയണം നിവൃത്തിയായി എന്ന്, അല്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയാൻ കഴിയണം. അപ്പോഴേ ഒരു ഫുൾ ലൈഫ് നമ്മൾ ജീവിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഏലിയാവിൻ്റെ ജീവിതം കഴിഞ്ഞോ? ഇല്ല. പക്ഷേ ഏലിയാവിൻ്റെ പ്രശ്നം, ഏലിയാവ് തന്നെ അങ്ങ് തീരുമാനിച്ചു മതിയെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഭയം വന്നാൽ പിന്നീടുള്ള പ്രോഗ്രഷനാണ് അത് നിരാശയിലേക്കും അത് ആത്മഹത്യയിലേക്കും, അല്ലേ, ഒക്കെ നമ്മളെ തള്ളിവിടും. എന്നിട്ട് അടുത്തത്, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലല്ലോ എന്ന് പറഞ്ഞു. അയാളുടെ പിതാക്കന്മാർ ആരാന്ന് പോലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അല്ലേ? അവിടെ അടുത്തൊരു കമ്പാരിസൺ. ഐ എം നോട്ട് ഗുഡ്, എൻ്റെ പിതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. ഇതൊക്കെയാണ് പ്രശ്നം. ആലോചിക്കേ, ഇയാളുടെ പിതാക്കന്മാർ ആരെങ്കിലും സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. ഇയാൾക്കുള്ളല്ലേ ഇറക്കിയത്. അപ്പോൾ ഇയാളാണോ നല്ലത്, പിതാക്കന്മാരാണോ നല്ലത്? തീർച്ചയായിട്ടും ദൈവം മാനിച്ചൊരു അഭിഷിക്തനാണ്. പക്ഷേ തനിക്ക് ഭയം വന്നപ്പം, നിരാശ വന്നപ്പം താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നാമത് മരിക്കണം, ഞാൻ നല്ലതല്ലല്ലോ. അടുത്തത്, അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിപ്പോയി പാവം. കാരണം അതുകൊടുത്ത് ഓട്ടമല്ലേ രാത്രി ഓടിയത്. ഓടി ചെന്ന് കിടന്ന് ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങി.
പക്ഷേ കഴിക്കാതെയാണ് കിടന്നുറങ്ങിയെന്നുള്ളത് ആര് കണ്ടു? സ്വർഗത്തിലെ ദൈവം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം അത്താഴം കഴിക്കാതെ കിടന്ന് ഉറങ്ങുമ്പം നിങ്ങൾ എന്ത് ചെയ്യും? തട്ടി ഉണർത്തി മക്കളെ ഒരു ഗ്ലാസ് പാലേലും കുടിച്ചിട്ട് കടയടാ. അതെന്തിനാ അങ്ങനെ തട്ടി ഉണർത്തി പാല് വേണ്ട അപ്പന്മാർ മക്കളെ നോക്കുന്നു? കണ്ടോ മോളെ? അല്ലേ? ചിലപ്പോൾ മക്കളിങ്ങനെ കിടന്ന് പിണങ്ങിയൊക്കെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച്, അല്ലെങ്കിൽ ക്ഷീണം വന്ന് കിടന്നുറങ്ങും, സെറ്റി കിടന്നുറങ്ങും. ഇതൊക്കെ ഉള്ളതാണ് പിള്ളേർക്കല്ലേ? പക്ഷേ സ്നേഹമുള്ള അപ്പനമ്മമാരെന്ത് ചെയ്യും? തട്ടി ഉണർത്തി മക്കളെ എന്തേലും ഒന്ന് കഴിച്ചിട്ട് കിടക്ക് എന്ന് പറഞ്ഞാൽ, അപ്പം നോക്കിയാൽ സ്വർഗത്തിലെ അപ്പൻ ആ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന തൻ്റെ ദാസനെ ഒരു ദൂതനെ അയച്ച് തട്ടി ഉണർത്തി. എന്നിട്ട് എന്തു പറഞ്ഞാൽ? എഴുന്നേറ്റ് തിന്നുക. കാര്യം അവൻ പോകുന്ന വഴിക്കൊന്നും കടയില്ല, കഴിക്കാനൊന്നുമില്ല, അതിൻ്റെ കാശുണ്ടോയെന്നും അറിയത്തില്ല. ഇവൻ മാത്രമല്ല, ഇവനൊരു മരുഭൂമിയിലോട്ടാണ് ഇവന് ഓടിയിരിക്കുന്നത്. അവിടെ ഒന്നുമില്ല, ഇറ്റ്സ് എ ഡെസേർട്ട്. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ നോക്കണേ. അവന് വേണ്ടുന്ന ഒരു അപ്പവും ഒരു തുരുത്തി വെള്ളവും അവന് കർത്താവ് എത്തിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ട് ഓടും, നമ്മൾ ഭയപ്പെട്ട് ഓടും, നമ്മൾ ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോവും അല്ലേ? അന്ന് കുടുംബ പ്രാർത്ഥനയൊന്നും നടത്തിയില്ല, അന്നങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ ആ ഉറക്കത്തിൽ നമ്മളെ തട്ടി ഉണർത്തി നമുക്ക് വേണ്ടുന്ന, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന അപ്പവും വെള്ളവും തരുന്നവനാണ്. എന്നിട്ട് ആ ദൂതൻ എന്തോ കൊണ്ട് തന്നേന്ന് അടുത്ത വാക്യത്തിലുണ്ട്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പം അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനൽമേൽ ചുട്ട ഒരട, അതായത് ബാർബിക്യൂ, നല്ല കനൽ ചുട്ടതാണ്, അല്ല ചുമ്മാ ഗ്യാസ് അടുപ്പ് കത്തിച്ചൊന്നുമല്ല കേട്ടോ, ചുമ്മാ ബേക്ക് ചെയ്തൊന്നുമല്ല, നല്ല ഒന്നാം തന്നെ കനൽ ചുട്ട സാധനം. അടുത്തത് ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. എടാ എന്തൊരു ഉറക്കോടാ അവൻ! കാരണം അതുപോലെ ക്ഷീണമാണ്. എഴുന്നേറ്റ് തിന്നാനുള്ള ജീവനുണ്ടായിരുന്നുണ്ട്, എഴുന്നേറ്റ് തിന്നു കുടിച്ചു വീണ്ടും കിടന്നുറങ്ങി. ശരി, അവിടെ കിടന്നുറങ്ങിയപ്പോൾ അടുത്ത വാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. കുറേ കഴിഞ്ഞപ്പോൾ ഇവനെ ആ തിന്നത് ദഹിക്കാൻ അനുവദിച്ചോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം കർത്താവിൻ്റെ ദൂതൻ വീണ്ടും തട്ടിയേച്ച്, മോനെ എന്താ എഴുന്നേറ്റ് തിന്ന്, ഇതെന്തോന്ന് സെക്കൻഡ് കോഴ്സോ? ഞാൻ കഴിച്ചതല്ലേ ഉള്ളൂ. എൻ്റെ ദൈവം വീണ്ടും കൊണ്ടുതരുന്നു. എന്നിട്ട് പറയുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ, യു ഹാവ് ടു ഗോ എ ലോങ് വേ. നിനക്ക് ഒത്തിരി യാത്ര ചെയ്യാനുണ്ട് മോനെ. നീ ഇങ്ങനെ നിരാശപ്പെടാതെ, ഇങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ കിടക്കാതെ, ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, കഴിക്കുക. കാര്യം എന്താ? നിനക്കൊരു ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. ഈ ദൂരയാത്രയുടെ ഡീറ്റെയിൽസ് ഒന്നും കർത്താവ് പറഞ്ഞില്ല എന്ന് ഓർത്തോണം അല്ലേ? സംടൈംസ് ഓക്കെ ഹി മേ നോട്ട് ഗിവ് യു ഓൾ ദ ഡീറ്റെയിൽസ്, ബട്ട് വൺ തിങ്, അവിടെ നീ മരിക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? നോ 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 നോ, അതിൻ്റെ സമയമായില്ല, നിനക്ക് ഇനിയും ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ പറഞ്ഞത്. ശരി, അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ദൂരയാത്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അങ്ങ് മനസ്സിൽ കണ്ടു എങ്ങോട്ടാണെന്ന്. പുള്ളി അങ്ങ് തീരുമാനിച്ചു ഡെസ്റ്റിനേഷൻ നേരെ വെച്ച് പിടിച്ചു. എങ്ങോട്ടാണ്? ഹോരേബ്. ഡെസ്റ്റിനേഷൻ ഹോരേബ്. എത്ര ദിവസമാണ് യാത്ര? 40 ദിവസവും പകലും രാത്രിയും. ഈ 40 ദിവസം പിന്നെ ഒന്നും പുള്ളി കഴിച്ചായിട്ട് കാണുന്നില്ല. എൻ്റെ അർത്ഥം ഈ കൊടുത്ത ഫുഡിൻ്റെ ബലം എന്തുമായിരുന്നു? നമ്മൾ കഴിച്ച ഫുഡ് ആലോചിച്ച് നോക്കി. രാവിലെ കഴിച്ച പുട്ട് ദഹിച്ചോ? അനിയാൻ്റെ ഇടയ്ക്ക് ഒരു ആപ്പിളെങ്കിലും തിന്നല്ലേ? ഇവിടെ നമ്മളൊന്നും ഒന്നും കഴിച്ചില്ല അല്ലേ? ദൈവത്തിൻ്റെ ഭക്ഷണം. നമ്മളൊരു പാട്ട് പാടുമല്ലോ, മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ അല്ലേ? അപ്പം മല്ലന്മാരുടെ ഭോജനം എന്നാണ് മന്നയ്ക്ക് പറയുന്നൊരു വാക്ക്. അപ്പം ദൈവം കൊടുക്കുന്ന ഭക്ഷണം അല്ലേ? ദൈവം കൊടുക്കുന്ന ഭക്ഷണം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഒരു ഉച്ച വരെ പിടിച്ചു നിന്നാലായി. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം നമുക്കറിയാം 4 മണിയാകുമ്പോഴേ അവിടെ തപ്പി തുടങ്ങും അടുത്ത വല്ലതും കഴിക്കാനുണ്ടോ എന്ന് അല്ലേ? പക്ഷേ ദൈവം തരുന്ന ഭക്ഷണം കൊണ്ട് 40 ദിവസം ഓടാനുള്ള ബലം ആ ഭക്ഷണത്തിലുണ്ട്. ഈ ദിവസങ്ങൾ ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടിയത്? നമുക്ക് വേണ്ടത് ഏത് ഭക്ഷണമാണ്? ഇപ്പോൾ എല്ലാവരും നിങ്ങൾ പല ഡയറ്റ്സ് ഈ പറഞ്ഞ ട്രൈ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ എല്ലാവരുടെയും ഫാഷൻ യൂട്യൂബ് വന്നതോടുകൂടി എല്ലാവരും ഇപ്പം ഡയറ്റിംഗ് ആണ്. എല്ലാ പ്രാന്തം വെല്ലും ഇടുപോണോ ഇതെല്ലാം കൂടെ അങ്ങ് തുടങ്ങും. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ വിടുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡയറ്റ് ഞാനും കേൾക്കുന്നുണ്ട്, ഓരോരുത്തരുടെ ഡയറ്റൊക്കെ അല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഒരു ഡയറ്റുണ്ട്, അത് സ്വർഗീയമായ ഭോജനമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒറ്റ ഭക്ഷണം കൊണ്ട് വേണ്ട 40 ദിവസം പുള്ളി നടന്ന് അവിടെ ഹോരേബ് വരെ ചെന്നപ്പോഴാണ് അടുത്ത വാക്യം. ചെന്നപ്പോഴെന്ത് പറ്റി? അവിടെ അവനൊരു ഗുഹയിൽ കിടന്ന് രാപാർത്തു. അപ്പോഴത്തെ ഇരുട്ടി അല്ലേ? ഇരുട്ട് വരുമ്പോൾ പുള്ളിയെ തൽക്കാലം ഒരു ഗുഹയ്ക്കകത്ത് കയറി കിടന്നു.
പക്ഷേ അവിടെയാണ് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. എന്താണ് അവിടെ ഒരു ചോദ്യം? ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. എന്താണെന്നറിയാമോ? ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? എലൈജ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സൺ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഡോട്ടർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? മോളെ, നീ ഇവിടെ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരോടും ദൈവം ചോദിക്കേണ്ട ചോദ്യമാണ്, നീ ഇവിടെ എന്തുവാ ചെയ്യുന്നത്? എന്നോട് ദൈവം ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ദൈവം എന്നോട് പലവട്ടം ഇതേ വാക്കിൽ സംസാരിച്ചു. മോനെ, നീ എന്തുവായി ചെയ്യുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ കാണാൻ വയ്യേ, ഞാൻ എന്തൊക്കെ വലിയ കാര്യങ്ങളായി ചെയ്യുന്നത്? കൊള്ളാം, എത്ര കാര്യങ്ങളാണ് ഒരേ സമയത്തൂടെ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും കാണുന്നില്ലേ? പക്ഷെ കർത്താവ് പറയുന്നത്, ഐ ഡോണ്ട് നോ. ചിലപ്പോഴെങ്കിലും ദൂരെ യാത്ര പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് ഹോരേബ് വരെ ഓടാനാണെന്ന് ആര് പറഞ്ഞു? അവിടെ ദൈവം ചോദിച്ച ഒറ്റ സിമ്പിൾ ചോദ്യം, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? എന്താ നീ ചെയ്യുന്നത്? ഉടനെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. അടുത്ത വാക്യം. അതിനവൻ കണ്ടോ, ആ വാക്യത്തിൻ്റെ സൈസ് കണ്ടോ? ദൈവം ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എലൈജ? ഇത്രേ ചോദിച്ചുള്ളൂ ദൈവം. പക്ഷേ ഉത്തരം കണ്ടോ? എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കിയത്? കാര്യം അകത്തിങ്ങനെ വിങ്ങിയിരിക്കുകയല്ലേ അല്ലേ? അതിനവൻ, യഹോവയ്ക്ക് വേണ്ടി ഞാൻ സുഖാന്തിച്ചിരിക്കുന്നു, വളരെ സുഖാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു. അത് ചോദിച്ചെവിടെ ആരെങ്കിലും അല്ലേ? ഇവിടെ കംപ്ലൈൻ്റ് ആണ്. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിൻ്റെ യാഗങ്ങളെ ഇടിച്ചു, നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇയാളല്ലേ കൊന്നത് 450 പേരെ? ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ഒന്നും നമ്മൾ പറയത്തില്ല. നമ്മളെപ്പോഴും പറയുന്ന ആരാണ്? എന്താണ്? അവൻ, അവർ, അയാൾ അല്ലേ? ഇതെല്ലാം യഹോവയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നിൻ്റെ നിയമത്തെ, നിൻ്റെ ദാസന്മാരെ, നിൻ്റെ പ്രവാചകന്മാരെ, എന്നിട്ട് നീ അനങ്ങുന്നില്ല അല്ലേ? ഈ നാടൻ ഭാഷയിൽ പറയും, ഇയാൾക്കായിപ്പോൾ ദണ്ണം. എടാ, യഹോവയുടെ നാമത്തെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തില്ല, യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ അത് യഹോവയുടെ കാര്യമല്ലേ? പക്ഷേ ഇയാൾ ഇതും പറഞ്ഞുകൊണ്ടായി ഓടുന്നത്. ഇയാൾ ഓടി എന്തിനാണെന്നുള്ളത് നമുക്കറിയാം. പേടിച്ചിട്ടാണ് ഓടിയത് അല്ലേ? അതല്ലേ സത്യം? ഹി ഗോട്ട് അഫ്രെയ്ഡ് ആൻഡ് ഹി റാൻ. ഇതാണ് സത്യം. പക്ഷേ പുള്ളി പറയുന്ന ന്യായം എന്താ? അതൊന്നുമല്ല. ദൈവം ചോദിച്ച ഒറ്റ ചോദ്യം, മോനെ, ടെൽ മീ വൈ ആർ യു ഹിയർ? ഓ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്തോ ചെയ്യുന്നത്? ഇത്രയല്ലേ ചോദിച്ചുള്ളൂ. അതിന് ഉത്തരവാണ് അവർ അത് ചെയ്തു, ഇത് ചെയ്തു. എന്നിട്ട് അവസാനം ഞാൻ ഒരുത്തൻ മാത്രം. അതാണ് അടുത്ത പ്രശ്നം. കണ്ടോ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, പ്രിയപ്പെട്ടവരെ. മെനി ടൈംസ് വി തിങ്ക് ഇറ്റ്സ് ഓൺലി വി ആൻഡ് വി അലോൺ, ഓർ മീ അലോൺ. പക്ഷെ നിങ്ങൾക്കറിയാം ദൈവം എന്താ തിരിച്ച് പറഞ്ഞു കൊടുത്തതെന്നറിയാമോ? എടാ, 7000 പേര് വേറെ ഇവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ആലോചിച്ച് നോക്കി, ദിസ് മാൻ നെവർ ന്യൂ. അതിൻ്റെ അർത്ഥം ഇങ്ങേർക്ക് വേറെ മനുഷ്യരുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നു. അതാ സത്യം. ഇന്ന് ഒത്തിരി പേരിങ്ങനെ ക്രിസ്തീയ കോളത്തിലുണ്ട്. അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ നമ്മൾ ഇന്നത്തെ കാലത്ത് കൾട്ടെന്നൊക്കെ വിളിക്കും. പക്ഷേ ഇത് അന്നും ഉണ്ടായിരുന്നു. ഇങ്ങേർക്ക് ഈ 7000 പേരുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഇങ്ങേര് മാത്രമേ ഉള്ളെന്നാണ് പുള്ളി പറയുന്നത്. ബാക്കി എല്ലാവരും കുഴപ്പമാണ്. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. കണ്ടോ, ആ കൂടി ഞാൻ ഒരുത്തനാണ് മരുന്നിനെ ശേഷിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്നെ അവന്മാർ കൊല്ലാൻ നോക്കും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നാൽ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. വാട്ട് ഐ ഡൂയിങ് ഹിയർ എന്നുള്ളതിൻ്റെ ഉത്തരവാണിത് അല്ലേ? സാറിന് മലയാളിയെ പറ്റിയൊരു തമാശ ഉണ്ട്. മലയാളിയോട് എന്ത് ചോദിച്ചാലും ഒരു സിമ്പിൾ ഒറ്റ വാക്കിലൊരു ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? എന്താ ഇവിടെ? ചുമ്മാ. ഏലിയാവ് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, നിനക്കിവിടെ എന്താ കാര്യം? ചുമ്മാ. സിമ്പിളായിരുന്നു അല്ലേ? പക്ഷേ ഇത് ഏലിയാവ് ഇന്നത്തെ മലയാളി അല്ലല്ലോ. മാത്രമല്ല, ഏലിയാവ് വന്ന് താമസിച്ച കേരളത്തിലല്ല. അതുകൊണ്ടാണ്. ഏലിയാവ് ഒരു മലയാളി ആയിരുന്നെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞേനെ, ഏലിയാവേ നിനക്കിവിടെ എന്താ കാര്യം? ചുമ്മാ. അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് ഇത്രയും വലിയൊരു ഉത്തരവാണ് പറഞ്ഞത്. അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്നറിയാമോ? ദൈവമേ, നിൻ്റെ ഉണ്ടോ, എന്നിട്ട് ഞാൻ മാത്രം, എന്നിട്ട് അവന്മാരെന്നെയും കൊല്ലാൻ പോകുന്നു. അടുത്ത വാക്യം. അവൻ ദൈവം പറയുക, എലിയാവേ, നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്നവൻ കൽപ്പിച്ചു. ഇപ്പോഴാണ് ദൈവം കൽപ്പിക്കുന്നത് അല്ലേ? നേരത്തെ പതൊക്കെ പറഞ്ഞു, നിനക്കൊരു ദൂരെ യാത്രയുണ്ടെന്നൊക്കെ പറഞ്ഞു, എഴുന്നേറ്റ് തിന്നെന്ന് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഇപ്പം പറയുക, കമൗട്ട്, ആ ഗുഹയിൽ നിന്നൊന്ന് ഇറങ്ങ്, നീ ആ ഗുഹയിൽ നിന്നൊന്ന് ഇറങ്ങ്. ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവം പറയുന്നത് മനസ്സിലാവണമെങ്കിൽ
നമ്മുടെ ഈ കേവ് ലൈക്ക് എക്സ്പീരിയൻസിൽ നിന്നൊന്ന് പുറത്ത് വരണം. ഞാനെപ്പോഴും ഈ ഗുഹ, പണ്ട് ഇതുപോലെ വേറൊരാൾ നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആരാന്നറിയാമോ? അദ്ദേഹം ഇതുപോലെ, അദ്ദേഹത്തിനങ്ങ് ദൈവത്തിൻ്റെ വാഗ്ദത്തമൊക്കെ കിട്ടിയ ആളാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനെന്നൊരു പേരൊക്കെയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരിക്കലും അങ്ങ് വലിയ സങ്കടം വന്നു. ഇയാളിങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു, ഞാൻ ഇത്രയും വലിയ ആൾ, എനിക്കൊത്തിരി വേലക്കാരൊക്കെ ഉണ്ട്, എനിക്കൊത്തിരി ആടുമാടുകളൊക്കെ ഉണ്ട്, ഞാൻ തനിയനായിപ്പം. പക്ഷേ ഒറ്റ പ്രശ്നം, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവിക്കാൻ എൻ്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആരാ എഴുതിക്കൊണ്ട് വരാൻ പോന്നേ? എൻ്റെ ദാസനായ എലിയാസർ. അതായത് എനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന് ഇയാൾക്കൊരു സങ്കടം വന്നു അല്ലേ? ഇതൊക്കെയാണ് ബൈബിളിലെ ചില എനിക്ക് ബൈബിളിൽ ഇഷ്ടമുള്ള ഏറ്റവും കാര്യം എന്ന് പറയുന്നത്, ഉള്ളതുപോലെ എഴുതും. അബ്രഹാം ഇത്രയും വലിയ മനുഷ്യനായിരുന്നു, വിശ്വാസത്തിൻ്റെ വീരനായിരുന്നു അബ്രഹാം. പക്ഷെ എപ്പോഴോ ഒരിക്കൽ താനും ചിന്തിച്ചു, എന്നാലും ദൈവമേ, നീ വലിയ വാചകമൊക്കെ അടിക്കുന്നത് എന്നെ കാണുമ്പം, എന്തോ എന്നെ വലിയ സംഭവമാക്കുമെന്നൊക്കെ. പക്ഷേ എനിക്കൊരു കുഞ്ഞില്ലല്ലോ, എനിക്കൊരു അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ വേലക്കാരനല്ലേ നാളെ ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകും, എൻ്റെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോകുന്ന വല്ലവർക്കും അല്ലേ, എൻ്റെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ടപ്പം അപ്പോഴാണ് ദൈവം നോക്കിയത്, ഇവൻ എവിടെ ഇരിക്കുന്നത്? ഇവൻ മറ്റേ കൂടാരത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുക. ദൈവം ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യോ, വോണ്ട് യു പ്ലീസ് കം ഔട്ട്, ഒന്ന് പുറത്തോട്ടിറങ്ങി മുറ്റത്തോട്ട് വന്ന്, ശരി ഒന്ന് തല ഉയർത്തി കംപ്ലീറ്റ് ഒന്ന് ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു. പുള്ളി ഇങ്ങനെ ഒന്ന് നോക്കി, എന്തുവാ കണ്ടേ? കണ്ടേ? ആകാശമേ കാണുന്നുള്ളോ? നക്ഷത്രം. എണ്ണാമോ? ഒന്ന് എണ്ണാമോ? അതെങ്ങനെയാണെന്ന് എണ്ണാൻ പറ്റത്തില്ലല്ലേ? എങ്കിൽ അബ്രഹാമേ, അതുപോലാകും നിൻ്റെ സന്തതികൾ. ഹല്ലേലൂയ, അതുപോലാകും നിൻ്റെ സന്തതികൾ. പക്ഷേ ഈ നക്ഷത്രം എണ്ണണമെങ്കിൽ ഒരു കാര്യം ഓർക്കണം, കൂടാരത്തിനകത്തിരുന്ന നക്ഷത്രം എണ്ണാൻ പറ്റത്തില്ല. നക്ഷത്രത്തെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കിപ്പോൾ നിങ്ങൾ തൂണ് മറിഞ്ഞിരിക്കുന്നതിനെ കാണണമെങ്കിൽ ഞാനും ഇവിടുന്ന് ഇറങ്ങണമെന്ന് തോന്നുന്നു. ഓക്കെ, നക്ഷത്രം കാണണമെങ്കിൽ കൂടാരത്തിനകത്തിരുന്നാൽ പറ്റത്തില്ല. ഗുഹയ്ക്കകത്തിരുന്നാൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിന് സംസാരിക്കാനുള്ളത് കേൾക്കാൻ പറ്റത്തില്ല. ഏലിയാനോട് പറയാ, കം ഔട്ട് ഓഫ് ദ കേവ്. എബ്രാനോട് പറയാ, കം ഔട്ട് ഓഫ് യുവർ ടെൻറ്റ്. ഇന്ന് നമ്മളും പലപ്പോഴും നമ്മുടേതായ ചില ഗുഹ, നമ്മുടേതായ ചില കൂടാരത്തിൽ കയറി ഒളിച്ചങ്ങിരിക്കും. പക്ഷേ ദിസ് നൂൺ ദ ലോർഡ് ഈസ് ആസ്കിങ് us, ചിൽഡ്രൻ, വോണ്ട് യു കം ഔട്ട്? നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമോ? ഈ ദിവസങ്ങൾ ദൈവം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നൊരാലോചനയെ, എന്നോട് പറയുന്നൊരാലോചനയാണ്. മോനെ, നീ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് അതിനകത്തൊരു കംഫർട്ട് കാണരുത്. കം ഔട്ട്, എനിക്ക് നിന്നെ ചിലത് കാണിക്കാനുണ്ട്. അബ്രഹാം, നീ ഇപ്പം എന്തോ ചോദിച്ചേ? എനിക്ക് അവകാശമായിട്ട് ആരും ഇല്ലല്ലോ, എനിക്ക് സന്താനമില്ലല്ലോ എന്നല്ലേ നീ പറഞ്ഞത്? ഓക്കെ, നിന്നെ ഞാൻ കാണിക്കാം. പുറത്തോട്ടിറങ്ങ്, ഗുഹയിൽ നിങ്ങൾ പുറത്തോട്ടിറങ്ങ്, മുകളിലോട്ട് നോക്ക്. എന്തുവാ? നക്ഷത്രം. എണ്ണാമോ? ഇല്ല. അതുപോലെ ആവും. അതിൻ്റെ അർത്ഥം ഈ നക്ഷത്രങ്ങളെ കാണിക്കണമെങ്കിൽ ആ കൂടാരത്തിനകത്തിരുന്നോണ്ട് കാണാൻ പറ്റത്തില്ല. ഈ ദൈവ ശബ്ദം ഏലിയാവിനിപ്പം കേൾക്കണമെങ്കിൽ ആ ഗുഹയ്ക്കകത്തിരുന്നോണ്ട് കേൾക്കാൻ പറ്റത്തില്ല. പുറത്തോട്ടിറങ്ങി നിൽക്കാൻ പറഞ്ഞു. പുറത്തോട്ടിറങ്ങി നിന്നു. അപ്പോഴെന്ത് ചെയ്തു? ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിൻ്റെ ശക്തി വായിച്ചേ. യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. നമ്മളിപ്പോൾ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മൾ ചില ലൈവൊക്കെ കണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഉരുൾ പൊട്ടി ഇങ്ങനെ ഒരു സ്ഥലം ഒലിച്ചങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ഇതെന്തുവാണെന്നറിയാമോ? പർവ്വതങ്ങളെ കീറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? പർവ്വതങ്ങളെ കീറി. അടുത്തത് പാറകളെ പൊട്ടിച്ചു. അവിടെ ഒരു ഡൈനാമിറ്റും വെച്ചില്ല, അവിടെ ഒരു വെടിമരുന്നും വെച്ചില്ല. ഒരു കാറ്റ്, ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഒരു കാറ്റ് അവിടെ പർവ്വതങ്ങളെ കീറി പാറകളെ പൊട്ടിച്ചു. അത്രയ്ക്ക് ശക്തിയുള്ള ദൈവത്തിൻ്റെ ആ ഒരു കാറ്റ്. ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ആ മാളിക മുറിയിലേക്ക് ഇറങ്ങി 120 പേരെ നിറച്ചപ്പോഴും ആദ്യം എന്താണ്? ഇരുന്ന ഇടം മുഴുവൻ നിറച്ചു. എന്ത് നിറച്ചു? ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു കൊടുങ്കാറ്റിൻ്റെ മുഴക്കം. ഇന്ന് വാസ്തവമായിട്ടും നമ്മുടെ ഇടയിൽ കേൾക്കേണ്ട ഒരു ശബ്ദമാണ്. എന്താണ്? കൊടുങ്കാറ്റിൻ്റെ ഒരു മുഴക്കം അല്ലേ? ഒരു കൊടുങ്കാറ്റിൻ്റെ മുഴക്കം നമുക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവർ. ശരി, അങ്ങനെ ഒരു വലിയ കാറ്റടിച്ചു, ഒരു കൊടുങ്കാറ്റ് വന്നു. പക്ഷേ ആ കാറ്റ് പാറകളെയൊക്കെ ഈ പറഞ്ഞ പോലെ തകർത്തു, പർവ്വതത്തെയൊക്കെ കീറി.
പക്ഷേ കാറ്റിൽ ആരില്ലായിരുന്നു? ഇന്ന് നമ്മുടെ പ്രശ്നം ഈ പറഞ്ഞ വലിയ ഓഡിയോ വീഡിയോ എഫക്ട്സ് ഒക്കെ നമുക്ക് വേണം അല്ലേ? പക്ഷേ അതിനകത്തൊന്നും കർത്താവില്ല പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വി എക്സ്പെക്ട് ഗോഡ് ടു മൂവ് ഇൻ ദ മൈറ്റി വിൻഡ് ഓർ മേ ബി ഇൻ ദ സ്റ്റോം. അടുത്തത് കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം അല്ലേ? ഭൂമിയിലേക്ക് എല്ലാത്തിനെയും പിടിച്ച് ഇളക്കി കളഞ്ഞു. പക്ഷേ ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു അല്ലേ? there was a mighty shaking but there was no God in it. ഇന്ന് നമ്മൾ we all expect a shaking. പക്ഷേ നമ്മൾ പലപ്പോഴും പലതിനെയൊക്കെ കുലുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പലതുമൊക്കെ ഒന്ന് കുലുങ്ങി അല്ലേ? പക്ഷേ ആ ഷേക്കിങ്ങിൽ കർത്താവ് ഉണ്ടാവണമെന്നില്ല. അടുത്തത് മൂന്നാമത് എന്ത് വന്നെന്ന് നോക്കിയേ. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ. തീയിൽ തീർച്ചയായിട്ടും കാരണം തീ ഹാസ് സംതിങ് ടു ഡു വിത്ത് ഗോഡ്. നമുക്കെപ്പോഴും അങ്ങനെ ചിന്തയുണ്ട്. കാരണം മോസസ് എവിടെയാണ് ദൈവത്തെ കണ്ടത്? മുൾപ്പടർപ്പിൽ. അവിടെ എന്തുണ്ടായിരുന്നു? തീ അല്ലേ? ബേണിംഗ് ബുഷ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇഫ് ദർ ഇസ് ഫയർ ഡെഫിനറ്റ്ലി ഗോഡ് ഇസ് ദേ. ബട്ട് അവിടെ എന്താ? തീയിലും യഹോവ ഇല്ലായിരുന്നു. നമ്മളോട് കിടന്ന് പാടുന്ന എന്തുവാ? തീ കത്തിക്ക എന്നെ തീ കത്തിക്ക. അത് പഴയ വേർഷനാണ്. പുതിയ വേർഷൻ എന്താ? തീ പോലെ ഇറങ്ങണമേ. അതിന് തീ ഇറങ്ങും, പക്ഷേ തീക്കകത്ത് ആരില്ല. ഇതായി പ്രശ്നം. നമുക്ക് തീ മതി, പക്ഷെ തീക്കകത്ത് യഹോവ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ തീ? ഇന്ന് പലപ്പോഴും ദൈവം ഇല്ലാത്ത തീയാ പ്രിയപ്പെട്ടവരെ. കോവിഡിന് മുമ്പ് പലപ്പോഴും സഭയുടെ അവസ്ഥ ഈ ദൈവമില്ലാത്ത തീ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാത്ത തീ. അതിന് ബൈബിളിലൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ആ വാക്കിന് എന്തോ പറയാം? ആ തീ എന്തുവാ? അന്യാഗ്നി. ഇംഗ്ലീഷിൽ എന്താ? സ്ട്രേഞ്ച് ഫയർ അല്ലേ? അന്യാഗ്നി. ദൈവസഭയിൽ അന്യാഗ്നി അല്ല കത്തേണ്ടത്. പക്ഷെ അവിടെ ഒരു കാര്യം ഓർക്കണം, ചിലപ്പോൾ ആ തീയിൽ ദൈവം കാണത്തില്ല. നമ്മൾ ഈ തീയിലങ്ങ് എക്സൈറ്റഡ് ആവും. ഈ കൊടുങ്കാറ്റും ഭൂമികുലുക്കവും തീയും ഒക്കെ നമുക്ക് വലിയ എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റിൽ ദൈവമില്ല. ചിലപ്പോൾ ദൈവം അതിൽ കൂടെ തന്നെ വെളിപ്പെടുത്തത്തില്ല. ഗോഡ് ക്യാൻ ചൂസ് ഹിസ് ഓൺ വേ അല്ലേ? അവിടെ ദൈവം പിന്നെ എങ്ങനെയാ? സാവധാനത്തിൽ തീയുടെ ശേഷം ഒരു മൃദുസ്വരം ഉണ്ടായി. മൃദുസ്വരം, നേരിയ സ്വരം എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ സ്റ്റിൽ സ്മോൾ വോയിസ്. കേട്ടോ? തീയിലും കൊടുങ്കാറ്റിലും ഭൂമികുലുക്കത്തിലും അല്ല ദൈവം. അത് കഴിഞ്ഞിട്ട് ഒരു നേരിയ സ്വരം. അപ്പം ഏലിയാവിനോട് ഒരു മൃദുവായി, അത് ഇംഗ്ലീഷിലെ വിസ്പറിങ് എന്നാണ്. ഈ ചെവിയിൽ മന്ത്രിക്കുക എന്ന് പറയത്തില്ലേ? കാര്യം ഈ തീയിലൊന്നുമല്ല പ്രശ്നം, അവൻ്റെ ചെവിയിലൊന്ന് സംസാരിക്കണം. ഇന്നും നമുക്ക് കേൾക്കേണ്ടത് ആ മൃദുസ്വരമാണ് പ്രിയപ്പെട്ടവരെ. പണ്ട് ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ അപ്പനമ്മമാരൊക്കെ എഴുന്നേറ്റ് പായിട്ടിരുന്ന് പാട്ട് പാടും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇന്നലത്തെ പോലെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഓർക്കുന്നു. അത് രാവിലെ അല്ലെങ്കിൽ ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞ ചില പാട്ടുകളില്ലേ, ആ കൂട്ടത്തിൽ ആ ഐറ്റത്തിൽ പെടുന്നൊരു പാട്ടായത്. പക്ഷെ അതിനകത്ത് ഒരു ചരണം എന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് എന്താണ്? എൻ്റെ നേരിയ സ്വരം പരമസുത അതിരാവിലെ ഞങ്ങൾ ആരോളണമേ. കുരിശെടുത്തുനിന്ന് പകൽ കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ രാവിലെ ഈ കർത്താവിൻ്റെ നേരിയ സ്വരം കേട്ടിട്ടിറങ്ങണം. പക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കർത്താവിൻ്റെ നേരിയ സ്വരമാണോ? അല്ല പ്രിയപ്പെട്ടവരെ, തുറന്നു പറയും, കർത്താവിൻ്റെ നേരിയ സ്വരം അല്ല. ഞാൻ പലപ്പോഴും കേൾക്കുന്ന കർത്താവിൻ്റെ നേരിയ സ്വരം അല്ല. ഞാൻ വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആരുടെ സ്വരം കേട്ടിട്ടാണെന്നറിയോ? ഞങ്ങളുടെ അടുത്ത മുസ്ലിം പള്ളിയിലെ വാങ്കുവിളി കേട്ടിട്ടാണ്. കൃത്യം എനിക്കറിയാം എത്ര മണിക്കത് കേൾക്കുമെന്ന്. അലാറം വയ്ക്കണ്ട, ഞാൻ കൃത്യമായിട്ടും ഞാൻ തുറന്നു പറയാം. പക്ഷെ അത് പുറമേ ഉള്ള ശബ്ദമാണ്. പക്ഷെ ഐ ഷുഡ് ബി ഹിയറിങ് ദിസ് വിസ്പർ അല്ലേ? ഞാനും നിങ്ങളും ആ നേരിയ സ്വരം കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഏലിയാവ് ഇതാണ്ട് നോക്കുക, ഈ പ്രത്യേകിച്ച് ഈ നേരിയ, ഞാൻ രാവിലത്തെ സർവീസിൽ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ഭയങ്കരമായിട്ട് ശാഠ്യം പിടിക്കും, ഭയങ്കരമായിട്ട് അല്ലേ ഫണ്ണി, അറിയാമല്ലോ. ചിലപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി, നിങ്ങൾ വിരുന്ന് വീട്ടിൽ പോയി, അവിടെ ചെന്നപ്പം യുവർ ചൈൽഡ് ഇസ് മിസ്ബിഹേവിങ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ണുരുട്ടി നോക്കി, പല്ല് കടിച്ചു നോക്കി, ഇങ്ങനെയൊക്കെ കാണിച്ചു, രക്ഷയില്ല. അവസാനം വടിയെടുത്ത് അടിക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും നിൽക്കുകയില്ല. അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി അഭിനയിച്ച് അവസാനം അവനെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് പതുക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിട്ട് അവൻ്റെ ചെവിയിൽ ഏതാണ്ടൊന്നു നേരിയ സ്വരം ചെവിയിലൊന്ന് പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? പയ്യനങ്ങ് സ്വിച്ച് ഇട്ട പോലെ നേരെയായി. അനുഭവം ഉണ്ടോ? ഇപ്പം നിങ്ങൾ ഈ മാസ്ക് ഇട്ടിരിക്കുന്നതാണോ, നിങ്ങൾ ചിരിക്കുകയാണോ, നിങ്ങളുടെ മുഖവും കാണാൻ വയ്യ. അപ്പന്മാർക്കറിയാമോ? അപ്പന്മാർ ചെയ്യാറുണ്ടോ? പക്ഷേ എനിക്കൊന്ന് അപ്പന്മാരെക്കാട്ടിലും അമ്മമാരായി ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനൊരു പ്രത്യേക ടെക്നിക്കുണ്ട്. നിങ്ങൾ പതുക്കെ മാറ്റിയുടെ ചെവിയിൽ ഏതാണ്ടെന്ന് പറയും. പക്ഷെ അത്രയും നേരം ഇളകി മറിഞ്ഞ് കിടന്ന ഈ ചെറുക്കൻ എന്ത് ചെയ്തു? പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ അവനങ്ങ് നേരെയായി.
എന്താണ് നിങ്ങൾ പറഞ്ഞെന്നുള്ളത് വീട്ടിൽ വാ, അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ അപ്പന്മാർക്കും അമ്മമാർക്കും അത് പറയാനുള്ള തൻ്റെ ഇടമൊന്നുമില്ല. ഇപ്പം എല്ലാം പ്രലോഭനമാണ്. ഇപ്പം നീ മിണ്ടാതിരുന്ന പോന്ന വഴിക്ക് അത് മേടിച്ചുതരാം, ഇത് മേടിച്ചുതരാം അല്ലേ. ഭയങ്കര ഓഫറൊക്കെ കൊടുത്താണ് മിണ്ടാതാക്കുന്നത്. അന്നത്തെ അങ്ങനെയല്ല, അന്ന് നല്ല ഓഫറൊക്കെ കൊടുക്കും. എന്താണ് അപ്പം ആ ഒരു ചെവിയിൽ ആ നേരിയ സ്വരം ആ അപ്പനോ അമ്മയോ പറഞ്ഞപ്പം കുഞ്ഞങ്ങ് നേരെയായി എന്ന് പറയുന്ന പോലെ ദൈവം നമ്മുടെ ചെവിയിലൊന്ന് മന്ത്രിച്ചിരുന്നെങ്കിൽ, ആ നേരിയ സ്വരം ഒന്ന് കേട്ടിരുന്നെങ്കിൽ നമ്മളൊന്ന് നേരെ ആയനെ പ്രിയപ്പെട്ടവരെ. ഇന്ന് ആ നേരിയ സ്വരത്തിന് പകരം നമ്മൾ തീയിലും ഈ പറഞ്ഞ കൊടുങ്കാറ്റിലും ഭൂമിയുലുക്കത്തിലും നോക്കിയിരിക്കുക ദൈവം ഉണ്ടെന്നും പറഞ്ഞ്. അതിലൊന്നും ദൈവം ഇല്ലായിരുന്നു. ശരി, മൃദുസ്വരം ഉണ്ടായി. അടുത്ത വാക്യം, ഏലിയാവ് അത് കേട്ടിട്ട് അപ്പം ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി, വാ, ഗാഡ് ഈസ് സ്പീക്കിംഗ് അല്ലേ. പെട്ടെന്ന് പുള്ളി എന്ത് ചെയ്തു, തലയിലല്ല മുഖം മൊത്തം എന്ത് ചെയ്തു, പുതപ്പുകൊണ്ടങ്ങ് മൂടി. ആ ഗുഹാമുഖത്ത് അപ്പോഴും പുള്ളി ഗുഹയ്ക്കകത്ത് തന്നെയാണ്, പുറത്തോട്ട് വന്നു നിന്നു. അപ്പോഴുണ്ടോ നേരത്തെ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു. കാരണം ഇത് തന്നെയല്ലേ നേരത്തെയും ചോദിച്ചത് അല്ലേ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ. ഇന്ന് ദൈവസഭയോട് ചോദിക്കുക, ദൈവം നിങ്ങൾ എന്തുവായി ചെയ്യുന്നേ. ഞാനിന്ന് രാവിലെ വെളുപ്പിന് ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക്, ദൈവം ഇന്ന് എന്താണ് സഭയോട് പറയേണ്ടത്. ഒന്നുകൂടെ ഞാൻ ഇന്നലെ ഞാൻ നോക്കിയത് കേട്ടെങ്കിലും ഇന്ന് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, കർത്താവ് ഇത് ആരോട് നീ ചോദിക്കാറുണ്ട്? നീ എന്നോടാണോ ചോദിക്കുന്നത് അതോ സഭയോടാണോ? സഭയോടാണെങ്കിൽ തന്നെ എന്ത് കോണ്ടെക്സ്റ്റിലാണ്? ഒന്നാമത്തെ കാര്യം, നമ്മളിന്ന് ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കാൻ കാര്യം, നമ്മൾ ഭയപ്പെട്ട് ഓടി വന്നതാണോ? നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? മതി കർത്താവെ എനിക്ക് ചത്താ മതി എന്നുള്ള ഗിവപ്പ് ചെയ്ത അവസ്ഥയാണോ? അതോ ആരോ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു? അവിടെ ഒരു ഇസബേൽ ഭീഷണിപ്പെടുത്തി, നിന്നെ നാളെ ഈ സമയം തീർത്ത് കളയുമെന്ന്. ആ ഭീഷണി ഈ പറഞ്ഞ പോലെ ശരിക്കും അങ്ങ് ഏറ്റോ. പിശാച് നിരന്തരം നമ്മളെ ഭീഷണിപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ മുന്നോട്ടിറങ്ങിയാൽ രക്ഷിക്കപ്പെട്ടാൽ മതി. അന്ന് തൊട്ട് നമുക്കൊരു ശത്രു ഉണ്ടായി തുടങ്ങി. ആരാ ശത്രു? പിശാച് അല്ലേ. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൽ നിരന്തരം അവൻ്റെ അവസാന കണ്ണടയുന്നത് വരെ പിശാച് പുറകെ കൂടും. അതിന് സംശയമൊന്നും വേണ്ട. അവൻ്റെ കർത്താവിൻ്റെ വേലയും കൂടെ ചെയ്യാൻ തുടങ്ങിയാൽ പറയുകയും വേണ്ട. നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രു നിരന്തരം നമ്മളെ ഭീഷണിപ്പെടുത്തും. പക്ഷേ അവിടെയും ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി, ഇത്രയും വലിയ തീയിറക്കിയ മനുഷ്യനായിട്ട് പോലും ഒരു നിമിഷം ഭയപ്പെട്ട് ഓടിപ്പോയി. പക്ഷെ ഓടിപ്പോയെടുത്ത് ദൈവത്തിൻ്റെ സ്നേഹം പുറകെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും കുറ്റപ്പെടുത്തിയില്ല. അതാ കാര്യം. അതാണ് ഞാനൊരു പോയിന്റ് മനസ്സിലാക്കിയത്. ഗോഡ് നെവർ വെൻറ്റ് ആഫ്റ്റർ എലൈജ ആൻഡ് അക്യൂസ്ഡ് ഹിം. വാട്ട് ഡിഡ് യു ഡു? നാണക്കേട് ഉണ്ടാക്കിയടാ. അവിടെ എല്ലാവരും നിന്നെ തിരക്കുന്നു. തീയിറക്കിയ പാർട്ടി എന്ത് ചെയ്യുന്നു? അപ്പോൾ അതാണ്ട് അവിടെ ഒന്ന് ചത്താ മതി എന്ന് പറഞ്ഞ് കിടക്കുന്നു. എന്തൊരു നാണക്കേട്. ഇന്നലെ തീ ഇറക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഭയപ്പെട്ട് ഓടിപ്പോകത്തില്ല എന്ന് ഉറപ്പില്ല പ്രിയപ്പെട്ടവർ. ഡു യു ഗെറ്റ് ദ പോയിന്റ് അല്ലേ? നമ്മുടെ പ്രശ്നം, നമ്മളെല്ലാം ഇന്നലത്തെ തീ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കറിയാം ഈ ചർച്ച തന്നെ പലപ്പോഴും പഴയ കാര്യങ്ങളാണ് പറയുന്നത്. പണ്ട് എന്തോ ആയിരുന്നൊരു കാലത്ത്. ഓക്കെ വി ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ്, ബട്ട് വാട്ട് അബൌട്ട് ടുമോറോ? അല്ലെങ്കിൽ അനദർ ക്വസ്റ്റ്യൻ ഈസ് വേർ ആർ യു നൗ ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് നൗ? ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നും നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രസക്തം. അതുകൊണ്ട് ദൈവം അതാ അഡ്രസ്സ് ചെയ്യുന്നത്. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അതിൻ്റെ അർത്ഥം ഇവിടെ അല്ല നിൻ്റെ ശുശ്രൂഷ. ഈ ഗുഹയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് കാര്യമില്ല. പുറത്തോട്ടിറങ്ങ്. നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. രണ്ടാമതും ചോദിക്കുക, നിനക്കിവിടെ. അപ്പോൾ ഈ പുള്ളിയുടെ പരാതിയൊക്കെ പറഞ്ഞു, അവരെന്നെയും കൊല്ലാൻ നടക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ടത്, നിൻ്റെ നാമത്തെ അവർ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ നാമത്തെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്കറിയാം, അത് സൂക്ഷിക്കാൻ എനിക്കറിയാം. എൻ്റെ ദാസന്മാരെ വാളിനിരയാകാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നിൻ്റെ പ്രശ്നം എന്താ? അതാ ദൈവം ചോദിക്കുന്നത്. എത്ര വ്യക്തമാണ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ദൈവസഭയോട് പറയുക, നിങ്ങൾക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ ഈ ഭയപ്പെട്ടിരിക്കരുത്, നിരാശപ്പെട്ട് ഓടരുത്. പകരം ഞാനീ തരുന്ന അപ്പവും വെള്ളവും കുടിച്ചിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ അവിടെ നോക്കിയേ, ദൂരയാത്ര എന്നേ പറഞ്ഞോളൂ, എങ്ങോട്ട് പോകണമെന്നല്ല. പക്ഷെ പുള്ളി അങ്ങ് ഊഹിച്ചു ഓരേവായിരിക്കുന്നു, ഒറ്റ ഓട്ടം. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ദൈവം എന്തോ പറഞ്ഞെന്ന് നോക്കിയേ. അടുത്ത വാക്യം, 15-ാം വാക്യം. അടുത്ത വാക്യത്തിൽ യഹോവ അവനോട് അരുളിച്ചെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാ. പുള്ളി നേരത്തെ കിട്ടിയ ഭക്ഷണത്തിൻ്റെ ബലത്തിലൊരു ഓട്ടം ഓടിയതാണ് 40 ദിവസം. പക്ഷെ കർത്താവ് പറയാ, അത് ഇംഗ്ലീഷിൽ ഗോ ബാക്ക് ദ വേ യു കെയിം. അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് കേട്ടു, പക്ഷേ ഡീറ്റെയിൽസ് കേട്ടില്ല.
നിനക്കൊരു വലിയ യാത്രയുണ്ടെന്നേ പറഞ്ഞുള്ളൂ, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹം ഊഹിച്ച് ഇന്നടത്തോട്ടായിരിക്കുമെന്ന്. പക്ഷെ അദ്ദേഹം പറയാം തിരിച്ചു പോയി. എന്നിട്ട് ഇപ്പോഴാണ് സ്പെസിഫിക്കായിട്ട് പറയുന്നത് എന്തൊക്കെ ചെയ്യണം. നീ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്തത് നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്തത് ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഇതാണ് സ്പെസിഫിക്സ് അല്ലേ. നേരത്തെ ദൂരയാത്ര എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നീ 3 പേരെ അഭിഷേകം ചെയ്യണം. 2 പേര് രാജാക്കന്മാരും ഒരാൾ നിൻ്റെ അനന്തരാവകാശിയായിട്ട് വരുന്ന പ്രവാചകൻ. ഇതാണ് ഏലിയാവിനോട് ദൈവം പറഞ്ഞത്. ഞാനെൻ്റെ വാക്ക് ഞാനൊന്ന് ഓടിച്ച് നിർത്താൻ പോവാം. കാര്യം നമുക്ക് പിന്നീടുള്ള കഥയൊക്കെ അറിയാം. ഇദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യം എന്താണ്? മരിക്കണം അല്ലേ, മരിക്കണം. അതായത് ഇപ്പോൾ മതി എന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം ശുശ്രൂഷ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ദൈവം അതിന് ഉത്തരം കൊടുത്തു. എങ്ങനെയാണ്? 1, ഏലിയാവ് മരിച്ചോ? ഇന്നും മരിച്ചോ? ഇനി ഏലിയാവിൻ്റെ ശുശ്രൂഷ തീർന്നോ? നമ്മളൊക്കെ ഈ ഭൂമി മരിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ തീരും, അതിനുശേഷം പിന്നെ ശുശ്രൂഷയില്ലല്ലോ അല്ലേ. പക്ഷേ ഏലിയാവിൻ്റെ ശുശ്രൂഷ ആലോചിച്ച് നോക്കി. ഏലിയാവ് മരിച്ച് എത്രായിരം കൊല്ലം കഴിഞ്ഞിട്ട് ആ മറൂവ് മലയിൽ യേശുവിനോടൊപ്പം മോശയും ഏലിയാവും വന്ന് അപ്പുറവും നിന്ന് സംസാരിച്ചു. അതിൻ്റെ അർത്ഥം ഏലിയാവിൻ്റെ മിനിസ്ട്രി തീർന്നില്ല. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും കിടക്കുന്നു അല്ലേ. അവസാന കാലങ്ങളിൽ എന്ത് ചെയ്യും? മോശയും ഏലിയാവും വീണ്ടും വരും അല്ലേ, വന്നിട്ട് സാക്ഷികളായിട്ട് അവർ വരും. അതിൻ്റെ അർത്ഥം ഏലിയാവിൻ്റെ ശുശ്രൂഷ ഇപ്പോഴും തീർന്നിട്ടില്ല. പക്ഷേ ഏലിയാവ് എന്താ ആഗ്രഹിച്ചത്? മതി. നമ്മൾ മതി എന്ന് പറയുമ്പോൾ ശുശ്രൂഷ നിർത്തി തരാൻ കർത്താവ് വേറെ വല്ലവരും ആയിരിക്കണം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, മതി കർത്താവേ എന്ന് ഒരിക്കലെങ്കിലും ആയുസ്സിൽ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓ, ഞാനീ നോക്കുന്നതെല്ലാം വിശുദ്ധന്മാരുടെ ഒരു വലിയ ഗണമല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം മതി കർത്താവേ, മതി, ഇനഫ് ഇസ് ഇനഫ്, ഇനി ഒരു നിമിഷം പോലും വയ്യ എന്ന് പറഞ്ഞ് വെച്ച് കെട്ടിയിട്ടുണ്ട് പലതും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ വരുമ്പം, പക്ഷേ നിരാശയ്ക്ക് ഒരു കാരണം അവിടെ ഒരു ഭീഷണിയാണ്. അതാണ് എപ്പോഴും ഓർക്കണം. നമുക്ക് ഈ നിരാശ വരുന്നതിന് എപ്പോഴും ദർ ഇസ് എൻ എനിമി ആൻഡ് ദ എനിമി ഈസ് ആക്ച്വലി നോട്ട് അക്യൂസിങ് ഒക്കെ രണ്ടാമത്. ആദ്യം എന്താ? എ ത്രെറ്റ്, ഒരു ഭീഷണിയാണ്. നാളെ ഈ സമയം നിന്നെ ശരിയാക്കി തരാം. പക്ഷെ അതും ഭീഷണിപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അന്നത്തെ രാജാവിൻ്റെ ഭാര്യയായിരുന്നു, നമുക്കറിയാം. അതാണ് ലിറ്ററൽ ഫിസിക്കൽ ജെസബേൽ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭാര്യ. ആഹാവ് എന്ന് പറഞ്ഞൊരു വെറും അങ്ങനെ സത്യം പറഞ്ഞാൽ അപ്പാവിയായിരുന്നു. ഉള്ള പറഞ്ഞാൽ അയാളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ അയാളൊരു അപ്പാവിയായിരുന്നു. പക്ഷേ ഈ ഭാര്യ ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ന് നമുക്കറിയാം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് വരുമ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ ഒരു സഭയോട് പറയുന്ന ഒരു ദൂതിൽ എന്താണെന്നറിയാമോ? നീ ഈസബേലിനെ, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈസബേലിൻ്റെ ഒരു ആത്മാവുണ്ട്, ജെസബേലിക് സ്പിരിറ്റ് എന്ന് പറയും. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ടിരുന്നപ്പം ഈ പട്ടണത്തിന്മേൽ വ്യാപരിക്കുന്നൊരു ദുഷ്ടാത്മാവിനെ പറ്റി ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. ഡീറ്റെയിൽസ് ഇവിടെ പരസ്യമായിട്ട് പറയുന്നില്ല, പ്രത്യേകിച്ച് ഓൺലൈനിലുള്ളതുകൊണ്ട് ഒട്ടും പറയുന്നില്ല. അതിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്പിരിറ്റ്, ദി ഈവിൽ സ്പിരിറ്റ്, ഈ ഇവിടെ ഉള്ള അന്ധകാര ശക്തികൾ, ഈ പട്ടണത്തെ മൂടി നിൽക്കുന്ന അന്ധകാര ശക്തികളിൽ ഒരു ശക്തിയെ ദൈവം എടുത്ത് വെളിപ്പെടുത്തി പറഞ്ഞു. ഒന്നല്ല, 2 പറഞ്ഞു. ഒന്ന് ഒരു സർപ്പശക്തി, അതുമായിട്ട് ഒരു വാക്യമൊന്നും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്ന ഒരു ശക്തിയാണ് യെസബേലിൻ്റെ ശക്തി. ഈ ഈസബേലിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലല്ല, ഇറ്റ്സ് എ സ്പിരിറ്റ്. ആ സ്പിരിറ്റിൻ്റെ പല കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയുമോ? ഈ ചർച്ചിനെ ഭയപ്പെടുത്തുക, ചർച്ച് ലീഡർഷിപ്പിനെ ഭയപ്പെടുത്തുക. അത് ഞാൻ ഇതിലേക്ക് അതിനെപ്പറ്റി കുറേ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. ഈ ജെസബേലിക് സ്പിരിറ്റ് എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ബൈബിളിൽ തന്നെ ഉണ്ടത്. അതായത് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെ ഭയപ്പെടുത്തി നിരാശപ്പെടുത്തി ഓടിക്കുക. ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ട. ഇന്ന് എവിടെ തിരിഞ്ഞാലും അത് ഞാൻ പല പാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് എനിക്കറിയാം. അനേക പാസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പം ഈ പറഞ്ഞ പോലെ ഭയപ്പെടുത്തി നിരാശപ്പെടുത്തി അവർക്ക് വേല ഇട്ടേച്ച് പോകാൻ അല്ലെങ്കിൽ ശുശ്രൂഷ നിർത്തി പോകാനുള്ള ഒരു തോന്നലാണ് അവർക്ക് വരുന്നത്. അതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടത്. അത് ലോകമെമ്പാടും ഞാൻ ഇന്നലെ ഒരു കണക്ക് ഞാൻ വായിക്കുകയായിരുന്നു. പെർ വീക്ക് അമേരിക്കയിലൊക്കെ ഏകദേശം 400 പാസ്റ്റേഴ്സാണ് ഈ ശുശ്രൂഷ ഇട്ടിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ 400-ൽ ഏകദേശം 300-ഉം അടുത്ത ആഴ്ചകളിൽ ക്ലോസ് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈവൻ നോർത്ത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ തന്നെ പല പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റുകൾ അവരിട്ടിട്ട് அவங்க തിരിച്ച് ഈ സ്വത്തിലേക്ക് വന്നു. അവർക്ക് നിൽക്കാൻ വയ്യ. അതേ സമയത്ത് ഞാൻ അറിയുന്ന എൻ്റെ പല ഫ്രണ്ട്സ് അവർ പറയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ ആഴ്ചയും സ്നാനം നടക്കുന്നു നോർത്ത് ഇന്ത്യയിൽ. ഒരു വശത്ത് ദൈവപ്രവൃത്തി നടക്കുന്നു, മറുവശത്ത് ഒത്തിരി പേര് ഇട്ടേച്ചു പോയി. ഈ ഇട്ടേച്ചു പോകുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം പ്രിയപ്പെട്ടവരെ, ഇതൊരു ജെസബേലിൻ്റെ സ്പിരിറ്റാണ്.
നല്ലവണ്ണം ഓർക്കണം. അതുകൊണ്ടാണ് ദൈവസഭയ്ക്ക് പോരാട്ടമുണ്ട്, ഒരു ആത്മീയ പോരാട്ടം. ആ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ പോരാടുന്ന മനുഷ്യരോടല്ല, ഒരു വ്യക്തികളോടുള്ള പോരാട്ടമില്ല, പക്ഷേ ഈ ഒരു സ്പിരിറ്റുണ്ട് അല്ലേ. ശുശ്രൂഷിക്കുന്നവരെ അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, അത് പാസ്റ്റൽ ശുശ്രൂഷ എന്ന അർത്ഥത്തിലല്ല, എന്ത് ശുശ്രൂഷയും. നിങ്ങളൊരു സുവിശേഷം പറയുന്ന ശുശ്രൂഷനാണെങ്കിൽ നിങ്ങളുടെ ആ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും, എനിക്കറിയാം ചില സഹോദരിമാർ അവർ ആരെ കണ്ടാലും യേശുവിനെ പറ്റി പറയും, അവരാരെ കണ്ടാലും അവർ വിശ്വാസത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ചില സഹോദരിമാരെ അറിയാം. അവർക്കിപ്പോൾ അതിൽ വലിയ പാരമ്പര്യങ്ങളോ വലിയ ക്രിസ്തീയ പാരമ്പര്യങ്ങളൊന്നും കാണത്തില്ല അല്ലേ. അവർ ഈ പറഞ്ഞ അല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. പക്ഷേ അവർ വളരെ ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറഞ്ഞ ഒരു തീ ഉള്ളി കത്തുന്നവരാണ്. പക്ഷേ അങ്ങനെയുള്ള ചിലരെനിക്കറിയാം, അവർക്ക് ആ ശുശ്രൂഷയിൽ ഒരാളോട് പോലും സാക്ഷ്യം പറയാൻ കഴിയാത്ത വണ്ണം അവർ വീട്ടിലെ പ്രശ്നം അങ്ങ് ഞെരുക്കും. ഒന്നെങ്കിൽ ഈ ഭർത്താവ് വലിയ അങ്ങ് പ്രശ്നം തുടങ്ങും, അല്ലെങ്കിൽ മക്കളൊരു പ്രശ്നം തുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഈ സഹോദരി ഒരാളോട് പോലും വായെടുത്ത് സുവിശേഷം പറയാത്ത രീതിയിൽ ആക്കി കെട്ടിപ്പൂട്ടി വീട്ടിൽ വയ്ക്കും. അനുഭവം ഉണ്ടോ വല്ലവർക്കും ഇവിടെ? എന്നോടൊക്കെ എത്രയോ പേര് അങ്ങനെ സങ്കടം പറയാറുണ്ട്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് ഞാൻ ആരെ കണ്ടാലും യേശുവിനെ പറ്റി പറയും. ഞാനങ്ങനെ യേശുവിനെ പറ്റി പറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചവരുണ്ട്. ഞാനന്ന് ആരെ കണ്ടാലും പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ചിലരെയൊക്കെ കർത്താവ് വിടുവിച്ചു. എന്തിന്? ഭൂതങ്ങൾ പോലും എങ്ങനെ ഇറക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനന്ന് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ശാസിച്ചപ്പോൾ ഭൂതം വിട്ടുപോയത് എനിക്ക് അനുഭവമുണ്ട് പാസ്റ്ററെ. ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം എന്ത് പറ്റി? ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ആദ്യ കാലത്താണ്. ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എൻ്റെ കെട്ടിയവൻ സമ്മതിക്കുന്നില്ല. എൻ്റെ മക്കളാണെങ്കിൽ തോന്നിവാസം നടന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. നാട്ടിലെനിക്ക് ഞങ്ങളുടെ വീടിനെ പറ്റി ഒരു പേരുമില്ല. എന്താണ് പ്രശ്നം? ആ ഭർത്താവല്ല പ്രശ്നം, ആ മക്കളുമല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? ഒരു സാത്താന്യ ശക്തി നിങ്ങൾക്ക് നേരെ പോരാടുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാനിത് പറഞ്ഞ് നിങ്ങളെ ഇളക്കുന്ന ആളല്ല. എനിക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ ഈ പൈശാചിക ശക്തിയും പോരാട്ടവും ബന്ധനവും കെട്ടഴിപ്പും ബഹളവും ഇതെൻ്റെ ഒരു സ്റ്റൈലല്ല. പക്ഷേ ഈ ദിവസങ്ങൾ ഞാൻ ഇച്ചിരി കൂടുതൽ അത് പറയുന്നു. എന്താണെന്നറിയാമോ? ശരിക്കും അതിനെപ്പോലുള്ള ബോധ്യം കർത്താവ് തരുന്നുകൊണ്ടാണ്. കാര്യം നമ്മൾ പലപ്പോഴും ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയും. നമ്മളതിനെ ചുറ്റും കിടന്ന് അടിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു കൺഫ്രണ്ട് അല്ലേ. നമുക്കൊരു ശത്രു ഉണ്ട്, നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അത് പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇവിടെ ഒരു ദേശാധിപതി എന്ന് പറഞ്ഞാൽ ഒരു അന്യ ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഒരു ക്വാളിറ്റി ഇതാണ്, ഈ യെസബേൽ സ്പിരിറ്റാണ്. ഞാനത് പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. 3-4 ദിവസം മുമ്പ് ഒരു രാജ്യത്ത് നിന്ന്, ഒരു വിദേശ രാജ്യത്ത്, പേര് ഞാൻ പറയുന്നില്ല, അത് സെക്യൂരിറ്റി റീസൺസ് ആണെന്ന് കൂട്ടിക്കോ, ഒരു രാജ്യത്ത് നിന്ന് ഒരു കൂട്ടർ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാനൊരു തിരുവല്ല നിന്ന് വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം ഞാൻ മെസ്സേജ് വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പം ഞങ്ങളൊരു വിദേശ രാജ്യത്തു നിന്നാണ്, നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ നമ്പർ കിട്ടി, നിങ്ങൾ തിരുവനന്തപുരത്തെ ഒരു സഭയാണല്ലേ, നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊന്ന് ബന്ധപ്പെടണം, എപ്പോഴാണ് ഒരു സമയം ഒന്ന് സംസാരിക്കാൻ. അപ്പം ഞാൻ പെട്ടെന്ന് അതേ രാജ്യത്തുള്ള എനിക്കൊരു സ്നേഹിതനുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഈ മെസ്സേജ് അങ്ങോട്ട് അയച്ചു കൊടുത്തു, ഇത് ആരാണെന്നൊന്ന് ചെക്ക് ചെയ്യാമോ. അദ്ദേഹം തിരിച്ച് മെസ്സേജ് അയച്ചു. എനിക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ല. കൂടുതൽ ചോദിക്കുക അവരോട്, നിങ്ങളാരാ, നിങ്ങൾ എന്ത് കൂട്ടരാ ചോദിക്കുക. അവിടെ ഞാൻ തിരിച്ച് വണ്ടി നിർത്തിയിട്ട് അടുത്ത മെസ്സേജ് അയച്ചു, നിങ്ങളാരാ, നിങ്ങളെന്താ സഭയാണോ, എന്താണ് കാര്യം. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇന്ത്യയിൽ വരണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്തിനാ, നിങ്ങൾ ഇന്ത്യ വന്നിട്ടുണ്ടോ എന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ അവരതിന് അപ്പോഴവർ മറുപടി പറഞ്ഞില്ലേ, നമുക്കൊരു സൂം മീറ്റിങ്ങിൽ നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. ആ വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു അപകടത്തിലും പെട്ടു. ഞാൻ ഓർക്കുകയായിരുന്നു, ആ കോൾ വന്ന് ഒരു അരമണിക്കൂറിനകത്ത് എൻ്റെ വണ്ടി ഇടിച്ചു. പോട്ടെ, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട. അത് കഴിഞ്ഞ് ഇന്നലെ ആ കൂട്ടരുടെ പാസ്റ്റർ എനിക്കൊരു മെസ്സേജ് അയച്ചു, ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ എ മിനിറ്റ്. ഞാൻ പറഞ്ഞു ഷുവർ. വിളിച്ചു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ തിരുവനന്തപുരത്ത് വേണ്ടിയത്, നിങ്ങളൊരു വിദേശ രാജ്യത്ത് നിങ്ങൾ ചർച്ചയാണെന്ന് മനസ്സിലായി, നിങ്ങളൊരു പാസ്റ്ററാണ്, അപ്പോൾ അവർക്ക് ഇവിടെ വരണം, അടുത്തൊരു ദിവസങ്ങളിൽ അവർക്ക് ഇവിടെ ഒരു വലിയ ഗ്രൂപ്പായിട്ട് ഇവിടെ വരിക. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങളിവിടെ വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ വിരോധം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് കേൾക്കാമോ? ഞാൻ പറഞ്ഞാട്ടെ. ഇപ്പം ഞാൻ ഇവരെ പറ്റി വീണ്ടും തിരക്കി, എൻ്റെ സ്നേഹിതൻ വഴി വീണ്ടും ഒന്നുകൂടെ തിരക്കി. അയ്യോ അവർ നല്ലൊരു ചർച്ച, കുഴപ്പമൊന്നുമില്ല. അവർ ക്യാമ്പസുകളിലൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒത്തിരി ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ചർച്ചാണ്. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, നല്ല പ്രാർത്ഥിക്കുന്ന ചർച്ചാണ്, വലിയൊരു ആത്മനിറവുള്ള ചർച്ച. ഞാൻ പറഞ്ഞിക്കൊള്ളാം. അപ്പോൾ ഈ പാസ്റ്റർ എന്നല്ല എന്നോട് പറയുക, ഞങ്ങൾ ഒരു ദിവസം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊരു സഹോദരിക്ക് ഒരു പേര് ദൈവം കൊടുത്തു.
ഒരു പേര്. അതൊരാളിൻ്റെ പേരാണോ സ്ഥലത്തിൻ്റെ പേരാണോ ഒന്നും പിടിയില്ല. ആ സഹോദരി ആ പേര് ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. ദൈവം എനിക്കൊരു പേര് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെന്തോ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നു. അപ്പോൾ കേൾക്കുന്നവർക്കൊന്നും ആ പേര് കേട്ടിട്ടുമില്ല, മനസ്സിലാവുന്നുമില്ല. അവരവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു കാര്യം ചെയ്യുമെന്ന് എഴുതാമോ? അവർ പെട്ടെന്ന് പേനയെടുത്ത് ഈ പേരെഴുതി. അല്ലേ, ആത്മാവിൽ ചിലപ്പം ചിലത് പേനയെടുത്ത് എഴുതുന്നുണ്ട്. അത് ആ പടം നമ്മുടെ ഒരു സഹോദരൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വരച്ചതാണ്. ഇതുപോലെ ഈ സഹോദരി ആ പേരെഴുതി കാണിച്ചു. പേരെഴുതി കാണിച്ചപ്പോഴോ ആർക്കും ആ പേര് ഉച്ചരിക്കാൻ പോലും അറിയത്തില്ല. അവരെങ്ങനെയാണ് ഉച്ചരിച്ചതെന്നറിയാം? തിരുവനന്തപുരം തിരുവനന്തപുരം എന്നാണ് അവർ വായിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഇതെന്തുവാ, ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരിക്കുമോ? അതിന് ആരോ പറഞ്ഞ് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്യാമെന്ന് പറഞ്ഞ് ആരോ ഇത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തപ്പോഴാണ് ട്രിവാൻഡ്രമാണ്. ഈ പറയുന്ന സഭയ്ക്കോ ഈ പറയുന്ന ആൾക്കാർക്കോ തിരുവനന്തപുരമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരാരും ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അവരോട് ദൈവം പറയുന്നു തിരുവനന്തപുരം. അവരെന്താ ചെയ്യുന്നറിയാമോ? അവർ ഉടൻ തന്നെ ഇന്ത്യക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവരെല്ലാം ക്രമീകരിച്ചപ്പം പെട്ടെന്ന് കോവിഡ് തുടങ്ങി. 2 വർഷം മുമ്പാണ് അവർ യാത്ര മാറ്റിവെച്ചു. അവർ ഈ ട്രാവൽ ലിഫ്റ്റ് മാറാൻ കാത്തിരിക്കുക. മാറി കഴിഞ്ഞുകൊണ്ട് അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടുത്ത മാസം അവർ ട്രിവാൻഡ്രത്ത് വരിക. ഒരു വലിയ കൂട്ടമായിട്ട്, ഒരു വലിയ കൂട്ടമാണ്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ വരുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് വരുന്നത്? ഒരു പിടിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറയുന്നു തിരുവനന്തപുരത്ത് വരണം. ഇന്നലെ രാത്രി ആ പാസ്റ്ററിനെ ചോദിച്ചു, നിങ്ങളുടെ സർവീസ് ലൈവ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ഞാനങ്ങ് മറന്നുപോയി സത്യം. രാവിലെ വെളുപ്പിന് ഞാൻ അയച്ചു കൊടുത്തു. ഞാനത് അയക്കുമ്പോൾ അവരുടെ സമയം വെളുപ്പിന് പാരാത്രി കഴിഞ്ഞൊരു സമയമാണ്. രാജ്യം നിങ്ങൾ ഊഹിക്കുക, അതുകൊണ്ട് ഞാൻ സമയം പറയുന്നില്ല. രാവിലത്തെ സർവീസ് കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കിയപ്പം ആ പാസ്റ്ററിൻ്റെ മെസ്സേജ് നടക്കുന്നു. രാവിലത്തെ സർവീസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ മെമ്പേഴ്സിന് മുഴുവൻ ഇത് അയച്ചു കൊടുക്കാൻ പോവാം. അവരെല്ലാവരും ഇപ്പോൾ ഇരുന്ന് നിങ്ങളുടെ സർവീസ് കാണാൻ പോവാന്ന്. നമ്മൾ ഇവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു, വേറെ രാജ്യത്ത് എവിടെ ഒരു മൂലയ്ക്ക് കുറേ പേരിരിക്കുന്നു. അവരോട് നമ്മോട് ദൈവം ഒരേ കാര്യം സംസാരിക്കുന്നു. ദൈവം അവിടെ ഒന്നും ഇവിടെ ഒന്നും പറയത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവം ഒരേ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് തിരുവനന്തപുരത്ത് എന്തോ ചെയ്യാനുണ്ട്. God has to do something in Trivandrum. God has to do something in Trivandrum. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? പക്ഷേ ദൈവം അത് ചെയ്യാൻ പോകുന്നത് വെളിയിൽ നിന്ന് ആരെങ്കിലും ഇറക്കുമതി ചെയ്തല്ല. അവരെ പ്രാർത്ഥിക്കാനായിട്ട് അവരെയും കൊണ്ടുവരുമായിരിക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടാണ് ദൈവസഭയോടെ പറയുന്നത്, എഴുന്നേറ്റ് ഞാൻ തന്ന അധികാരത്തോടെ ശക്തിയോടെ എഴുന്നേറ്റ് നിങ്ങൾക്കൊരു പോരാട്ടം ചെയ്യുവാനുണ്ട്. ആ പോരാട്ടം വീണ്ടും ദൈവം പറയുന്നു, മനുഷ്യരോടല്ല, വ്യക്തികളോടല്ല പോരാട്ടം, ജഡരക്തങ്ങളോടല്ല, ദുഷ്ടാത്മ സേനയോടാണ് നമുക്കൊരു പോരാട്ടമുള്ളത്. ആ സേനയോടുള്ള പോരാട്ടം നമ്മൾ സത്യം പറഞ്ഞാൽ വി ഹാവ് ഓൾറെഡി ഡിക്ലെയർഡ്. നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ആ പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഗിദെയോൻ പറഞ്ഞ പോലെ ഞാനും പറയുക, ഭയമുള്ളവർ ദയവായി പൊയ്ക്കോണം. ഇല്ലാത്തവർ നമ്മൾ 300 ശക്തമായിട്ടൊരു പോരാട്ടത്തിന് ഇറങ്ങണം. പക്ഷേ ആ പോരാട്ടം വീണ്ടും പറയട്ടെ, അത് എല്ലാ സഭകൾക്കും ചില ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷേ ഇത് ദൈവം വ്യക്തമായിട്ട് ഇപ്പം നമ്മളോട് പറയുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ചർച്ച, ആ ചർച്ചിൻ്റെ പേരിപ്പം ഞാൻ പറയുന്നില്ല. ആ പാസ്റ്റർ ഞാനും കൂടെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരുവല്ലയിൽ ഒരു മീറ്റിംഗ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഉച്ചവരെ എല്ലാവരും കൂടെ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററിനോട് പറയുക, പാസ്റ്ററേ, ദൈവാത്മാവ് എന്നോടൊരു കാര്യം എന്നോട് എൻ്റെ ഭാര്യയോടും പറഞ്ഞു. നമ്മൾ എന്താണാവോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അടുത്ത വ്യാഴ്ച നിങ്ങളും കൂടെ വാ. അങ്ങനെ കർത്താവ് അനുവദിച്ച് അടുത്ത വ്യാഴ്ച ദീപാവലിയാണെന്ന് തോന്നുന്നു, രാവിലത്തെ പ്രേയറിന് ആ ചർച്ചും ഇൻ്റർസെസും കൂടി ഇങ്ങോട്ട് വരിക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. How many of you believe God is bringing similar churches who has the same vision and the passion and the burden and the calling of God upon a specific situation? അല്ലേ, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എല്ലാവരെയും കൂടെ എല്ലാ ചർച്ചകളും ഒന്നിപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ അതിനൊക്കെ ഒത്തിരി ശ്രമം നടത്തിയിട്ടുണ്ട്. പണ്ട് അറിയാലോ, 2008 തിരുവനന്തപുരത്തുള്ള എല്ലാ ചർച്ചകളെയും കുട്ടി പുത്തിരിക്കണ്ടത്ത് വലിയൊരു ഗ്ലോബൽ ഡേ ഓഫ് പ്രെയർ നടത്തിയതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അന്ന് സെമിനറി ഹാൾ വാടകയ്ക്കെടുത്ത്, യൂണിവേഴ്സിറ്റി സെമിനറി ഹാൾ വാടകയ്ക്കെടുത്ത്, സെനറ്റ് ഹാൾ, യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്ത് എല്ലാ ചർച്ചുകളെയും അവിടെ ഒരുമിച്ച് കൂട്ടി 2000 പേര് ഒരുമിച്ച് കൂടി നമ്മളൊരു സഭായോഗം നടത്തി, തിരുവത്താഴം നടത്തി. ഓർമ്മയുണ്ട്, എല്ലാ പാസ്റ്റേഴ്സും നിരന്ന് നിന്ന് തിരുവത്താഴം നടത്തി. അങ്ങനെയൊക്കെ ചെയ്തൊരു കാലമൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ പേരും പട്ടണത്തിലെ ചർച്ചുകളെല്ലാം ഒരുമിച്ച് വരണമെന്ന്. പക്ഷേ അതൊന്നും അങ്ങോട്ട് നീണ്ടു നിന്നില്ല. അതൊക്കെ കൊള്ളായിരുന്നു, അതൊക്കെ സംഭവം കൊള്ളായിരുന്നു. ഒരു ഓളം ഉണ്ടാക്കി എന്നല്ലാതെ അതിനപ്പുറം ഉള്ളതൊന്നുമില്ല. പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, ദൈവം തിരഞ്ഞെടുത്ത ചിലരെ ഈ പട്ടണത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അതിൽ പെടുന്നവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട നിങ്ങൾ. അത് ഉറപ്പാണ് എനിക്ക്. ഞാൻ രാവിലെ ഇത് പറഞ്ഞു, ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഇനിയും ഉണ്ട് ചിലർ
ഓൺലൈനിലും പലരും കേൾക്കുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് ഈ നാളുകളൊരു വലിയൊരു പ്രാർത്ഥനയിലൊരു പോരാടണം. ആ പോരാട്ടത്തിൻ്റെ ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്ന അധികാരവും നിങ്ങൾക്ക് തന്ന ശക്തിയോടെ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ പട്ടണത്തിൻ്റെ മേലുള്ള ആകാശം അങ്ങ് ക്ലിയർ ആവുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സ്കൈ ക്ലിയർ ആകുമ്പോൾ ഒരു കാര്യം എന്തോ സംഭവിക്കുന്നത് അറിയാമോ? അതിൻ്റെ അനുഗ്രഹം അതിൻ്റെ കീഴിലുള്ള മുഴുവൻ ചർച്ചുകളിലും കാണും. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന 1-2 ചർച്ച ആയിരിക്കും, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യാൻ പോകുന്നത് ദ എൻറ്റയർ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആയിരിക്കും. അപ്പം അവിടെ നോക്കിയേ, ചർച്ചകളിൽ വ്യത്യാസം വരുമ്പോൾ എന്താ വ്യത്യാസം? സുവിശേഷം പറയാൻ തുടങ്ങും, ജനങ്ങൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെ വരുമ്പം ഉണർവ് സഭയ്ക്കുള്ളിലല്ല, ഉണർവ് ദേശത്തായിരിക്കും. ഇന്ന് നമ്മളൊക്കെ ഈ 4 ചുവരിനകത്തൊരു ഉണർവുണ്ടാണോന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞ 4 ചുവരിനകത്തല്ല ഉണർവ് പുറത്ത് വരണം. പുറത്ത് ജനങ്ങൾ രക്ഷിക്കപ്പെടണം. ജനങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തിലേക്ക് വരണം. ജനങ്ങൾ ഈ പറഞ്ഞ പാപം വിട്ട് വിശുദ്ധിയിലേക്ക് അവർ വരണം, അല്ലേ? അങ്ങനെയുള്ളൊരു ഉണർവാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു ഉണർവിന് മുന്നിട്ട് നിൽക്കുവാൻ ദൈവം ഈ സഭയെ കണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് പ്രാർത്ഥനാലയം എന്നിവിടെ പേര് വെച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനാലയക്ക് ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്കായി കടന്നു വരാൻ എത്ര പേരുണ്ട്? ഒരു കൂട്ടായ്മയ്ക്കായിട്ട്, ഒരു ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് ഒരുപാട് പേര് വരും. പക്ഷേ പ്രാർത്ഥനയ്ക്കായിട്ട് എത്ര പേര് വരും പ്രിയപ്പെട്ടവരെ? അങ്ങനെ താല്പര്യവും ഭാരവും അതിനൊരു കൃപയുള്ളവർ ദയവായി വരുന്ന ആളിൽ അധികമായിട്ട് വരിക. നമുക്ക് ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കാം. ഈ വ്യാഴാഴ്ച ദീപാവലിയാണ്, അവധിയാണ്. രാവിലെ എന്തായാലും 11 മണിക്ക് ഇവിടെ എല്ലാവരും കൂടുന്നുണ്ട്. വേറെ ചില ദേവദാസന്മാരും ഇവിടെ ഉണ്ടാവും. അന്ന് ശക്തമായിട്ട് നമ്മൾ തുടങ്ങുക പ്രാർത്ഥന. ഒരുപക്ഷെ ഇതിനകത്ത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയെടുത്ത് ഈ പട്ടണം മുഴുവൻ നടന്നും വണ്ടി ഓടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഈ പട്ടണത്തെ ദൈവം ഒന്ന് വിടുവിക്കാൻ പോവുക. ഈ പട്ടണത്തെ പറ്റി ഏതോ രാജ്യത്തിരിക്കുന്ന അവർക്ക് ഈ ഭാഷ അറിയത്തില്ല, ഇവിടുത്തെ കൾച്ചർ അറിയത്തില്ല, നമ്മളെ ആരെയും അറിയത്തില്ല. അവർക്ക് ആത്മാവിൽ ദൈവം ഈ പേര് കാണിച്ചു കൊടുത്തെങ്കിൽ ഈ തിരുവനന്തപുരത്ത് കിടന്നുറങ്ങി എഴുന്നേൽക്കുന്ന നമ്മളോടെന്താ ദൈവം പറയാത്തത്? എനിക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നി. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഹാരിയെ നിങ്ങൾക്ക് പലർക്കും അറിയാം, ബാംഗ്ലൂരിൽ ഹാരി പെരേര. അദ്ദേഹം രക്ഷിക്കപ്പെട്ട കാലത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 27 വർഷം മുമ്പാണ് പുള്ളി രക്ഷിക്കപ്പെട്ട്. കത്തോലിക്ക് സഭയിൽ നിന്നാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് വന്ന് 2 വർഷത്തിനകത്ത് അദ്ദേഹം ഒരു പാസ്റ്ററായി. അപ്പോൾ അദ്ദേഹം നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ദൈവത്തോട് രാവിലെ ഇരിക്കുന്ന മനുഷ്യനാണൊക്കെയാണ്. ഒരു ദിവസം പുള്ളി ഒരു പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൽ പോയപ്പം ഒരു പ്രവാചകനായ പാസ്റ്റർ എഴുന്നേറ്റ് അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിന് തലേ കൈ വെച്ചിട്ട് കുറേ കാര്യം അങ്ങ് പറഞ്ഞു. മോനെ, നീ അങ്ങനെ ഇങ്ങനെ എന്തോ പിടിക്കണമെന്നൊക്കെ. അദ്ദേഹം മിണ്ടാതിരുന്നു, എല്ലാം കേട്ട് തലയാട്ടിയിട്ട് വീട്ടിൽ പോയി. ചെന്ന പാടെ പുള്ളിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പുള്ളി അങ്ങോട്ട് ഓടി ചെന്നിട്ട് ചെരുപ്പ് ഊരിയിട്ട് അങ്ങോട്ട് ബെഡ്റൂമിൽ കയറി വലിച്ചങ്ങോട്ട് അടച്ചിട്ട് അങ്ങോട്ട് മുട്ടുമേ നിന്ന് മുകളിലോട്ട് നോക്കി ദൈവത്തോട് 2 അങ്ങ് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാം? ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. ഇതേ വാക്കാ പുള്ളി പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ. ഞാൻ രാവിലെ നിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ലോ ഞാൻ പോയത്. എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യം എന്തിനാ അവനെ കൊണ്ട് എൻ്റെ തലേ കൈവച്ച് പറഞ്ഞേ? ഇത്രേ ചോദിച്ചുള്ളൂ. എന്നോട് നേരിട്ട് രാവിലെ പറയേണ്ട കാര്യം എന്തിനാ അവിടെ വെച്ച് അവനിലൂടെ പറഞ്ഞ എന്തിനാ? അത് ചോദിക്കാനുള്ള പ്രാഗൽഭ്യം പുള്ളിക്കുണ്ടായിരുന്നു. ഇന്നറിയാതെ ഞാനും ചോദിച്ചു പോയി, കർത്താവേ, തിരുവനന്തപുരത്തിരിക്കുന്ന ഞങ്ങളോട് പറയുന്നതിന് പകരം ആ രാജ്യത്തിരിക്കുന്ന സാഹിബിന് അയക്ക് ആ മദാമയ്ക്ക് പേര് പോലും പറയാൻ അറിയത്തില്ല, അല്ലേ? എന്തിനാണ് ആ രാജ്യത്തിരിക്കുന്ന മദാമയോട് ദൈവം ഈ പട്ടണത്തിൻ്റെ പേര് പറഞ്ഞത്? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ലജ്ജിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ. ചില ഭക്തന്മാർ പഴയ നിയമത്തിലുണ്ട്, പേര് നിങ്ങൾ തന്നെ പറ. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിലാണ് നിന്നിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വരുന്നത്. നമ്മൾ രാവിലെ ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നിട്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ആ ആലോചന സഭയിൽ വെച്ച് ദൈവം അവിടെ എടുക്കുന്ന ഡിസിഷൻസ്, സ്വർഗത്തിലെ അവിടെ പാസ്സാക്കുന്ന റെസൊല്യൂഷൻസൊക്കെ നമ്മളും അറിയും. ഇന്ന് സ്വർഗത്തിലെ റെസൊല്യൂഷൻസ് ഒന്നും നമ്മൾ അറിയുന്നില്ല. ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സ്വർഗത്തിലവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് അറിയുന്നില്ല. കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമ്മളറിയുന്നില്ല. അത് ആത്മാവിലെ അറിയാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു അളവിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ട് ദയവായി അല്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ബോറായി തുടങ്ങി. സത്യം പറഞ്ഞാൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ദൈവം വിളിക്കുന്നൊരു ചെറിയ കൂട്ടത്തെ ഈ ദേശത്ത് എന്തോ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നിങ്ങളും ഞാനും തയ്യാറാവുമെങ്കിൽ ഈ ദേശത്ത് വലിയ കാര്യങ്ങൾ നടക്കും പ്രിയപ്പെട്ടവർ. അതിനെല്ലാവരും കൂടെ ഒന്നിച്ച് വരണമെന്നില്ല. ഒരു ചെറിയ കൂട്ടം മതി. ഗിദെയോൻ്റെ കൂടെ ആദ്യം ഒരു വലിയ കൂട്ടം വന്നു, പക്ഷേ ആ കൂട്ടത്തെ ഒഴിവാക്കാനാണ് ദൈവം പറഞ്ഞത്.
അതുകൊണ്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലൂടെ ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. അവിടെ നോക്കിയേ, ക്ഷീണിച്ച് ഈ പറഞ്ഞ കിടന്നുറങ്ങിയ ഏലിയാവിനെ തട്ടി ഉണർത്തി അവന് വെള്ളവും ഈ പറഞ്ഞ റൊട്ടിയും കൊടുത്തു. പക്ഷേ അതുകൊണ്ട് അവൻ ആദ്യം കഴിച്ചിട്ട് കിടന്നുറങ്ങി, രണ്ടാമത് വീണ്ടും തട്ടി ഉണർത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ദൂരെ യാത്രയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അവൻ ഓടി എങ്ങോട്ടോ പോയി, അവിടെ തിരിച്ചു പോകാനാണ് പറഞ്ഞു. പക്ഷേ തിരിച്ചു പോയി 3 പേരെ അഭിഷേകം ചെയ്തു. എൻ്റെ വാക്ക് നിർത്തുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. തനിക്ക് സക്സസറായിട്ട് ആരെയാ താൻ അഭിഷേകം ചെയ്തത്? എലീശ. ഓക്കെ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി പഠിപ്പിക്കുന്നൊരു ലീഡർഷിപ്പ് ട്രാൻസിഷൻ. എനിക്ക് തന്നെ ഇത് വായിച്ചപ്പോൾ ചിരി വന്നു. ഇപ്പം ലീഡർഷിപ്പ് ട്രാൻസിഷൻ പലരും എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർക്ക് ശേഷം ആരാ? ശരിയാണല്ലോ, പാസ്റ്റർക്ക് ശേഷം ആരാ? അപ്പം ഞാനിപ്പോൾ ഒരു ട്രാൻസിഷനെ പറ്റി ചിന്തിച്ചാൽ, എന്നോട് എൻ്റെ അടുത്ത സ്നേഹിതൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഞാൻ എൻ്റെ സഭയിൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ, ഞാൻ മരിച്ചു പോവോ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തത് ആരായിരിക്കണം ഈ സഭയിൽ നിന്നുള്ള ഞാൻ എഴുതി, ഞാൻ കൃത്യമായിട്ട് ഇനി ആ ആൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത ആളാര്, അങ്ങനെ ഒരു 4 പേരുടെ പേരെഴുതി ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ എൻ്റെ ചർച്ചിലുള്ള ആ 4 പേരുടെ കൈ കൊടുത്തിട്ടില്ല. പിന്നെ അവർ അന്യോന്യം അടിയായിരിക്കും, ഇയാളെപ്പോഴാ ചാവുന്നതെന്നൊന്ന്, രണ്ടാമത്. അതുകൊണ്ട് പുള്ളി ആ ചർച്ചിലുള്ള എൽഡേഴ്സായിട്ട് 2-3 പേരുടെ കയ്യിലും ചർച്ചിന് പുറത്തുള്ള 1-2 പേരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ അങ്ങനെ ആയിരിക്കണം. അപ്പം ഞാനും ആലോചിച്ച് കൊള്ളാമല്ലോ, നല്ല കാര്യം, ദാറ്റ്സ് എ ഗുഡ് തിങ് എന്ന് തോന്നി. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി ഏലിയാവ് പോയി അഭിഷേകം ചെയ്ത് സക്സസറാക്കിയത് ആരെയാ? അന്ന് ഏലിയാവിനെ കൂടാതെ 7000 പേരുണ്ടെന്ന് ദൈവം തന്നെ പറഞ്ഞു. ഇനി അവിടെ 4 സ്ഥലങ്ങളിൽ ഈ എടുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് പുള്ളി പോയ 3 സ്ഥലങ്ങളുടെ പേരുണ്ട്, അറിയല്ലേ? ഹെബ്രോൺ, യോർദാൻ, ഇങ്ങനെ പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ആരുണ്ടായിരുന്നെന്ന് എഴുതിയിരിക്കുന്ന പ്രവാചക ശിഷ്യന്മാരെന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ സ്കൂൾ ഓഫ് പ്രോഫറ്റ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ ഓരോ സ്കൂൾ ഓഫ് പ്രോഫറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ കുറേ പേരിങ്ങനെ ട്രെയിനീസായിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ആരെങ്കിലും അല്ലേ ആക്കേണ്ടിയത്? നമുക്കറിയാം, മോശയുടെ കൂടെ നടന്ന് യോശുവയെ ആക്കി. പൗലോസിൻ്റെ കൂടെ നടന്നതാണ് സത്യം പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ പറയാം, ഈ പറഞ്ഞ തിമോത്തിയോസും അല്ലെ ഈ പറഞ്ഞ സിൽവാനോസും അനന്യാസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി ഏലിയാവ് പോയി അഭിഷേകം ചെയ്യുന്ന ആരെയാ? അദ്ദേഹത്തിൻ്റെ താഴോട്ട് വായിച്ച് എവിടാ ഇവരെയൊക്കെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം തപ്പിപ്പോവുക. ആരെയാണ്? അടുത്ത വാക്യം, അടുത്ത ഇദ്ദേഹത്തെ തപ്പി, ഈ ഏലീശയെ തപ്പി ചെന്നപ്പോൾ എവിടെ വെച്ചാൽ പുള്ളിയെ കണ്ടതെന്നല്ല, പുള്ളി ഇങ്ങനെ മുട്ടുമേൽ നിന്ന് കരങ്ങൾ മുകളിലോട്ട് ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു ഏലിയാവിനെയല്ല കണ്ടത്. എന്താണ്? അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലീശയെ കണ്ടെത്തി. കണ്ടോ? അല്ല നിനക്ക് എതിർപ്പെട്ട് വരുമെന്നല്ല, കണ്ടെത്തണം. അവൻ 12 ഏർ കാള പൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. പുള്ളി ടീം ലീഡറായിരുന്നു കേട്ടോ. 12 കാള, 12 ടീം അല്ലേ, 12 ജോഡി കാളകൾ ഉഴുതുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു ജോഡി ആരാണ് ഉഴുന്നത്? പുള്ളി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുള്ളിയാണ് ടീം ലീഡർ. ഈ IT-കാർക്കൊക്കെ അറിയാം ടീം ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ. ടീം ലീഡറായിട്ട് ഇരുന്നോ കേട്ടോ, പുതപ്പൊന്ന് വീഴുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ഓക്കെ, ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടു. ഏലിയാവ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഏലീശ ഇപ്പോൾ ഈ വയലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഒരു ബന്ധവുമില്ല. ഹീ ഈസ് ആക്ച്വലി മിനിസ്റ്ററിങ് ഇൻ ദ സ്പിരിച്വൽ റെലം, വെറാസ് എലീഷ ഈസ് ആക്ച്വലി പ്ലവിങ് എ ഫീൽഡ്, അല്ലേ? രണ്ട് കാര്യമാണ്. ഇന്നത്തെ ബാക്കി പറഞ്ഞാൽ അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്, ഇതൊരു സ്പിരിച്വൽ മിനിസ്ട്രിയാണ്. പക്ഷെ ദൈവം പറയുന്നു, ഏലിയാവേ നീ നിൻ്റെ സ്പിരിച്വൽ സക്സസറായിട്ട് ഇതിനകത്ത് നിൽക്കുന്നവരായിരിക്കത്തില്ല. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർ മാർക്കറ്റ് പ്ലേസിലുണ്ട്. പക്ഷെ അവർക്കൊരു ഗുണമുണ്ട്, എന്താണെന്നറിയാമോ? അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ ഫെയ്ത്ത്ഫുള്ളാണ്. അവർ ഉഴപ്പന്മാരെ. എനിക്കറിയാം, ദൈവവേലയ്ക്ക് വിളിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോലി രാജിവെച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒത്തിരി എണ്ണത്തിന് എനിക്കറിയാം. ചിലരൊക്കെ പറയാനുണ്ട്, ഗൾഫിൽ നിന്ന് ഞങ്ങൾ ദൈവവേലയ്ക്ക് ദർശനം ഉണ്ടായിട്ട് വന്നു എന്ന് വന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. ഞാൻ ആരെയും കുറ്റം പറയല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കുക. നിങ്ങളുടെ ബിസിനസ്സുകാരനാണോ, വിശ്വസ്തനായിട്ട് ബിസിനസ് ചെയ്യും. നിങ്ങളൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിശ്വസ്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുക. നിങ്ങളൊരു സർക്കാർ ജോലിക്കാരനാണോ, വിശ്വസ്തനായിട്ട് ആ ജോലി ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ജോലി വിശ്വസ്തരായിരിക്കുക. ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ തലയിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ് ഒന്ന് വീഴും. ദിനകരൻ SBIയിലൊരു മാനേജറായിരുന്നു. അദ്ദേഹം ആ ജോലിയോടൊപ്പം എത്രയോ വർഷം ജീസസ് കോൾസ് എന്ന മിനിസ്റ്റർ ചെയ്തു.
പക്ഷേ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. ബ്രദർ സാക്പുനൻ നമുക്കറിയാം. ഈ പറഞ്ഞല്ലോ ബ്രദർ ആർ സ്റ്റാൻലി. ഇന്ന് കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളവർ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെടുത്ത് നോക്കിയാൽ അറിയാം, അവരാരും ഈ ബയോകോളേജ് പഠിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതല്ല. അവരാരും ഒരു പാസ്റ്ററിൻ്റെ കീഴിൽ ചെന്ന് അസിസ്റ്റൻ്റായിട്ട് നിന്നതുപോലുമല്ല. ചിലപ്പം അവരവരുടെ ജോലിയിൽ അവർ വിശ്വസ്തരായിരുന്നു. ഒരു ദിവസം അവരോട് എന്ത് ചെയ്തു? ഇറങ്ങാൻ പറഞ്ഞു. പി ജി വർഗീസ് പട്ടാളക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി. ഇതുപോലെ നിങ്ങളായിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കും പ്രിയപ്പെട്ടവരെ. നിങ്ങളായിരിക്കുന്നിടത്ത് വിശ്വസ്തരായിരിക്കും. കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പല്ല, ശുശ്രൂഷയുടെ പുതപ്പ് അല്ലേ? ദൈവം നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നെങ്കിൽ ആ പുതപ്പ് നിങ്ങളുടെ മേൽ വന്ന് വീഴും. ഞങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴല്ല പുതപ്പ് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി വിശ്വസ്തയോട് ആ വയലിൽ തന്നെ ആയിരിക്കുമ്പോഴാണ് പുതപ്പ് വന്ന് വീണത്. പക്ഷേ ആ പുതപ്പ് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ നമുക്കറിയാം ഇദ്ദേഹം ഈ പുതപ്പ് കൊണ്ട് എന്ത് ചെയ്തോന്ന്. പുള്ളി പുതപ്പ് എടുത്ത് തോള ഇട്ടുകൊണ്ട് പോവുക. യോർദാനിൽ ചെന്നപ്പോൾ ആ കര കവിഞ്ഞ് ഒഴുകുന്നു, അപ്പുറം പോവുകയും വേണം. അപ്പോഴാണ് ഏലിയാവിൻ പുതപ്പ് വീടേ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഒറ്റയടി വെള്ളം അങ്ങ് വിവാഹിക്കപ്പെട്ടു, അപ്പുറത്ത് പോയി. കേട്ടോ, ആ പുതപ്പ് വീഴാതെ ശുശ്രൂഷ തുടങ്ങരുത്. ഇന്ന് പുതപ്പില്ലാതെ എല്ലാവരും അങ്ങ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അതൊരു വലിയ പ്രശ്നം. കാരണം ദ മാൻഡിൽ ഓഫ് മിനിസ്ട്രി, ദ മാൻഡിൽ ഓഫ് ദ അനോയിൻറ്റിങ് ഈസ് നോട്ട് അപ്പോൺ മെനി പീപ്പിൾ. അതെന്താണെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ജോലി വിശ്വസ്തമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അത് പള്ളി വന്ന് പാസ്റ്ററിൻ്റെ വലങ്കയായിട്ട് നിൽക്കാത്തതുകൊണ്ടല്ല. ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തരെ മാത്രമേ കർത്താവ് തൻ്റെ വേലയ്ക്ക് എടുക്കത്തുള്ളൂ. ഉറപ്പാണ്. എനിക്കറിയത്തില്ല, ഞാനിതൊന്നും പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പറയിപ്പിക്കുന്ന. എന്നെ കേൾക്കുന്ന പലർക്കും ഇത് തീർച്ചയായിട്ടും ദിസ് ഇസ് എ മെസ്സേജ് ഫോർ യു ഓൾസോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക. ജോലി കിട്ടിയോ നന്നായിട്ട് ജോലി ചെയ്യുക. ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പാണോ നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എന്ത് കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നോ വിശ്വസ്തമായിട്ട് അത് ചെയ്യുക. ദൈവത്തിൻ്റെ പുതപ്പ് എപ്പം വരുമോ. പക്ഷേ പുതപ്പ് വന്നാലുണ്ടല്ലോ, പിന്നെ പുതപ്പ് വന്നപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്ന രീതിക്ക് പുതപ്പ് ഇട്ട ഉടനെ അടുത്ത വാക്യം 20-ാം വാക്യം, അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. കണ്ടോ, പുതപ്പ് വീണിട്ട് പിന്നെ കാളയുടെ പുറകെ പോരുത്. കണ്ടോ, കാരണം once the call of God has come on your life, then don't go after your old thing. Now we have a highest calling അല്ലേ. ആ പുതപ്പ് വീണപ്പം ഏലിയാവിൻ്റെ പിന്നെ ഓടി. പക്ഷെ പിന്നാലെ ഓടി എന്തിനാണെന്നറിയാമോ? ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. അത് വളരെ, എന്നെ സംബന്ധിച്ചോളം വളരെ റീസണബിൾ റിക്വസ്റ്റാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം, ഫോർ ദ ലാസ്റ്റ് ടൈം ക്യാൻ ഐ ജസ്റ്റ് ഗോ ആൻഡ് കിസ് മൈ പേരൻസ്. എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് വന്നോട്ടെ, ഞാൻ പുറകെ വരാം. ഞാൻ വിട്ടു. പക്ഷെ ഒരു 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 അനുവാദം തരണം. എന്താണ്? ക്യാൻ ഐ ജസ്റ്റ് ഗോ ആൻഡ് ബിറ്റ് ഗുഡ് ബൈ. ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് വരട്ടെ. അത് ന്യായമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെയാണെങ്കിൽ പറഞ്ഞു, അയ്യോ പോയി 1 മാസം നിന്നിട്ട് വന്നാൽ മതി എന്ന് പറയും അല്ലേ. അപ്പനെമ്മയും കൊണ്ട് ഓൾഡ് ഏജ് ആക്കിയിട്ട് വന്നാൽ മതി എന്ന് നമ്മൾ പറയും. പക്ഷേ ഏലിയാവ് എന്താ പറഞ്ഞതെന്നറിയാമോ? അതിനവൻ ഓക്കെ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നുണ്ട് അവിടെ ഇട്ടൊരു കുത്തു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പോയി വരാൻ പറഞ്ഞാൽ പോയി വരാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ എന്നും കൂടെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തെന്നും കൂടെ ഓർത്തോണം. ആ അർജൻസി അത് കാണിച്ചേ. ഉടനെ പുള്ളി ഈ ഗോട്ട് ദ മെസ്സേജ്. എന്ത് ചെയ്തു? അടുത്ത വാക്യം, അങ്ങനെ അവനെ വിട്ടു ചെന്ന് ഒരേറെ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്ത് വലിയൊരു ഫീസ്റ്റ്, ബീഫ് ഫെസ്റ്റ്, അങ്ങനെയാണ് അന്നാണ് തുടങ്ങിയത്. പിന്നെയാണ് ഇവിടെ ഓരോരുത്തർ കടമെടുത്ത് കോഴിക്കോട്ടൊക്കെ നടത്തിയത് ബീഫ് ഫെസ്റ്റ് അല്ലേ. ബൈബിളിൽ ബീഫ് ഫെസ്റ്റ് ഉണ്ട്, അറിയാമോ? ഇതാണത്. ഓക്കെ, ബീഫ് ഫെസ്റ്റ് കൊടുത്തു, അവർ തിന്നു. പിന്നെ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. കണ്ടോ, ഏലിയാവ് എന്താ നേരത്തെ പറഞ്ഞത്? ഞാൻ മാത്രം. ഇവ നട ഏലിയാവിന് വിശ്വസ്തനായ ഒരാളിനെ കിട്ടി. ഉഴപ്പനെയല്ല കിട്ടിയത്, നല്ല എനർജറ്റിക്കായിട്ടൊരു എന്താ പറഞ്ഞത്, നല്ല ഒരു അല്ലേ ഉത്സാഹിയായിട്ടൊരു ചെറുപ്പക്കാരനെ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏലിയാവിൻ്റെ സമയം ആയി. പക്ഷെ സമയമായപ്പം ഈ പറഞ്ഞ പോലെ ശിഷ്യന്മാർക്ക് പിടികിട്ടി സാറ് പോവാറായെന്ന്. അവർ കൂടി. ഈ കക്ഷി വിട്ടില്ല, കൂടെ പിടിച്ചു. ഒറ്റ കാര്യം, നീ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് തരണം. എന്താണ്? നിൻ്റെ മേലുള്ള അഭിഷേകത്തെ ഇരട്ടിപ്പങ്കായി എനിക്ക് വേണം. ഏലിയാവ് ഉള്ള സത്യം പറഞ്ഞു, ദാറ്റ്സ് നോട്ട് വിത്ത് മീ. അത് എൻ്റെ കയ്യിൽ, ഞാനെടുത്ത് തരത്തക്ക രീതിയിൽ എൻ്റെ കയ്യിലല്ലത്. എന്തായാലും നീ ഞാൻ പോകുന്ന കണ്ടാൽ രക്ഷപ്പെട്ടു. കണ്ടു ഏലിയാവ് എടുക്കപ്പെട്ടു അല്ലേ, മരിക്കാതെ എടുക്കപ്പെട്ടു.
പക്ഷെ പോകുന്ന പോക്കിൽ എന്തു വന്ന് വീണു? പുതപ്പ്. ആ പുതപ്പ് എടുത്തുകൊണ്ടാണ് പിന്നീട് എലീശ മുന്നോട്ട് പോയത്. ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ച ഒരു വചനം ആണ് ഹൈലൈറ്റ് ചെയ്തത്. എന്താണ്? എലൈജ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? എന്തുവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണോ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരാശപ്പെട്ട് ഭയപ്പെട്ട് ഓടി വന്നിട്ട് ചെയ്യുന്ന ചെയ്ത്താണോ? ചിലപ്പോഴെങ്കിലും നിരാശപ്പെട്ട് ഗുഹയിലും മരുഭൂമിയിലോട്ടൊക്കെ ഓടിപ്പോയി ചത്താ മതി എന്നൊക്കെ പറഞ്ഞ് കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തേടി വരും. ഇന്ന് എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുക പ്രിയപ്പെട്ടവരെ. ഐ എം ഷുവർ ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു മെനി. രാവിലത്തെ സർവീസ് കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. ദൈവം വ്യക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇത് പാസ്റ്റർ സാമല്ല സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട, നമ്മൾ ഈ വായിച്ച വേദഭാഗം ബൈബിളിൽ നിന്നൊരു പഴയ ഒരു ഭക്തൻ്റെ അനുഭവമാണെങ്കിൽ പുതിയ നിയമത്തിലെ ഭക്തൻ അതെടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എലൈജ വാസ് ജസ്റ്റ് എ മാൻ ലൈക്ക് അസ്. ഏലിയാവിന് ഡിപ്രഷൻ വരാമെങ്കിൽ നമുക്കും വരാം. ഏലിയാവ് ഭയപ്പെട്ടെങ്കിൽ നാം ഭയപ്പെടും. ഏലിയാവ് വിട്ടേച്ച് ഓടിപ്പോയെങ്കിൽ നമ്മൾ വിട്ടേച്ച് ഓടിപ്പോവും. ഏലിയാവ് മരിക്കാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്കും അതൊക്കെ തോന്നിയിട്ടുണ്ട്. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് നമുക്കൊന്ന് ദൈവത്തോട് പറയാമോ? യെസ്, എനിക്കും നിരാശ വന്നിട്ടുണ്ട്. ഞാനും പലപ്പോഴും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചത്താ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം അതൊന്നും അനുവദിച്ചില്ല. പകരം കർത്താവേ, ഇന്ന് നീ എന്നെ തട്ടി ഉണർത്തി. ഞാൻ രാവിലത്തെ സർവീസിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഏലിയാവിനെ ഒന്ന് തട്ടി ഉണർത്തി ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, അവനെ റീകമ്മീഷൻ ചെയ്തു എന്നൊരു പദം ഞാൻ പറഞ്ഞു. അവൻ ഓൾറെഡി ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അവൻ പ്രവാചകനായത്. പക്ഷേ നൗ ഗോഡ് റീകമ്മീഷൻഡ് ഹിം. ഈ റീകമ്മീഷൻ എന്നുള്ള വാക്ക് നമുക്കൊത്തിരി അറിയത്തില്ല. ഡീകമ്മീഷൻ അറിയാം. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുണ്ട്. നമ്മളെ കർത്താവ് ഡീകമ്മീഷൻ ചെയ്യത്തില്ല, പകരം എന്ത് ചെയ്യും? റീകമ്മീഷൻ ചെയ്യും. അതായത് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വീണ്ടും ആ ദൗത്യം ഒന്നുകൂടെ ഉറപ്പിച്ച് തള്ളിവിടും. ഏലിയാവിനൊരു റീകമ്മീഷനാണ്. പോയി അനോയിൻറ്റ് 2 kings, ഗോ ആൻഡ് അനോയിൻറ്റ് യുവർ സക്സസർ. അത് മൂന്നും ചെയ്തിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ ഇന്നും മരിച്ചിട്ടില്ല. മതി കർത്താവെന്ന് പറഞ്ഞ മനുഷ്യൻ ഇനിയും ശുശ്രൂഷ വെച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തീരുന്നില്ല. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം. ഇന്നും ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് മരിക്കാൻ ആഗ്രഹിച്ച് ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ക്ഷീണിച്ച് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്നുണ്ടോ? ഇന്ന് ദൈവം തന്ന എൻ്റെ ദൂതനെ അയച്ച് ആ അപ്പവും വെള്ളവും എത്തിക്കുക. അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, ദൂതൻ വന്ന് തട്ടി. ഐ എം ഷുവർ ദാറ്റ് ടച്ച് ഈവൻ വിൽ ബി എ ജെൻറ്റിൽ ടച്ച്. പതുക്കെ തട്ടി ഉണർത്തുക. ഇന്ന് ദൈവം നമ്മളെ ഒന്ന് തട്ടി ഉണർത്തുക. മകനെ, മകളെ, നീ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണ്ട, നീ ഇങ്ങനെ ഭയപ്പെട്ട് കിടന്ന് ഓടണ്ട. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ ഒരു കാലത്ത് നല്ല ശുശ്രൂഷയൊക്കെ ചെയ്തു, തീയൊക്കെ ഇറക്കി. നീ അതും പറഞ്ഞുകൊണ്ട് ഇനി ഇരിക്കണ്ട. അത് ആ സമയത്ത്. ഇനി ചിലപ്പോൾ നീ തീ ഇറക്കത്തില്ല, നീ തീയിലങ്ങ് കയറിപ്പോവും ചിലപ്പോൾ മേളിലോട്ട്. പക്ഷേ ഇനി ഒരു ന്യായവും പറയണ്ട. നമുക്ക് ദൈവത്തോട് പറയാമോ? നമ്മൾ ആദ്യം എന്താ പാടിയത്? യേശുവൻ പക്ഷമായി തീർന്നതിനാൽ. വീണ്ടും നമ്മൾ നിർത്തുന്നതിന് മുമ്പ് ഒന്നുകൂടെ പാടാം. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ, ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് ഞാൻ ക്ഷീണിച്ച് തളർന്നു കിടന്നാലും
അങ്ങയുടെ സാന്നിധ്യം അരുളുന്ന നാഥനെ, നീയാണെൻ്റെ സ്വന്തം, നീയാണെൻ്റെ പക്ഷം, എൻ്റെ പക്ഷം നീയേ ഉള്ളൂ, എനിക്ക് നീയേ ഉള്ളൂ എന്നായി പറയുന്നത്. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം അരുളും നാഥനേ, നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലും നാവുവരളുമ്പോൾ ഹാഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലൻ നാവുവരളുമ്പോൾ ഹാഗാരിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. പുകയുന്ന തീയെടുത്താത്തവൻ, വിലാപങ്ങളിൽ നൃത്തമാകുന്നവൻ, വിടുതലിൻ ദൈവം എൻ യേശു. ചരഞ്ഞ ഓടയോടിക്കാത്തവൻ, പുകയുന്ന തീയെടുത്താത്തവൻ, വിലാപങ്ങളിൽ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ യേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യം അരുളും നാഥനേ, നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ദൈവത്തോട് പറയാം, കർത്താവേ,
നീറുന്ന വേളകളിൽ, ചൂടേറിയ മരുഭൂമിയുടെ അവസ്ഥയിൽ, എൻ്റെ അടുത്ത് ആരുമില്ലാതെ എല്ലാവരാലും തള്ളപ്പെട്ട് ഞാൻ ഒറ്റപ്പെട്ട് കർത്താവെ ഞാൻ ആയിരിക്കുമ്പോഴും, ഞാൻ ക്ഷീണിച്ച് തളർന്ന് മതി എന്ന് പറഞ്ഞ് മരിക്കാനിച്ച് കിടക്കുമ്പോഴും ആരും എന്നെ തേടി വരാനില്ലായിരുന്നു. ആരും എന്നെ തേടി വരാനില്ലായിരുന്നു. നമ്മളെ തേടി വന്ന ഒരുവനേ ഉള്ളൂ. നമ്മളെ തേടി വന്ന ഒരുവനേ ഉള്ളൂ. ആ കർത്താവ് നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ച്, നമ്മുടെ ക്ഷീണം, ഫിസിക്കലി he was exhausted, mentally he was overstrained, and spiritually he was very low. തൻ്റെ ശരീരവും തൻ്റെ മനസ്സും തൻ്റെ ആത്മാവും വളരെ ക്ഷീണിച്ച് തളർന്നിരുന്ന അവസ്ഥയിലാണ് ദൈവം അത് മൂന്നിനെയും ശക്തിപ്പെടുത്തി. ആദ്യം ശരീരത്തിന് വേണ്ടുന്ന അപ്പവും വെള്ളവും കൊടുത്തു. പിന്നെ മനസ്സിന് വേണ്ടുന്ന ധൈര്യവും പ്രത്യാശയും ഉറപ്പും കൊടുത്തു. ഒടുവിൽ താൻ ചെയ്യേണ്ട ശുശ്രൂഷ വളരെ വ്യക്തമായി തനിക്ക് വർണ്ണിച്ചു കൊടുത്തു, വിവരിച്ചു കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വേർ ആർ യു വീക്ക്? ആർ യു എക്സോസ്റ്റഡ് ഇൻ യുവർ ബോഡി? ഹെൽത്ത് വൈസ് ആർ യു വീക്ക്? ശാരീരികമായിട്ട് തളർന്നിരിക്കുകയാണോ? ഇന്ന് കർത്താവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ തളർച്ച മാറ്റാനുള്ള ആ അപ്പവും വെള്ളവും കർത്താവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളോട് എഴുന്നേറ്റ് തിന്നാനാണ് കർത്താവ് പറയുന്നത്. ഇംഗ്ലീഷിലൊരു ചൊല്ലിങ്ങനെ ഉണ്ട്, യു ക്യാൻ ഓൺലി ടേക്ക് ദ ഹോഴ്സ് ടു ദ വാട്ടർ ബട്ട് കാൺട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക്. കുതിരയെ വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോകാം, പക്ഷേ കുതിരയെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റത്തില്ല. അത് കുതിര തീരുമാനിക്കണം കുടിക്കണോ വേണ്ടിയോ എന്ന്. അതുപോലെ ഇന്ന് കർത്താവ് അപ്പവും വെള്ളവും ദൂതൻ്റെ കയ്യിൽ അയച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് തിന്നണം, കുടിക്കണം എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അടുത്ത ആഴ്ച 1-ാം ഞായറാഴ്ചയുടെ തിരുവത്താഴം ഉണ്ടാവും. ആ അപ്പവും വെള്ളവും അല്ല ഇപ്പം ഞാൻ പറയുന്നത്. ആ കർത്താവിനെ ഭക്ഷിക്കുക, ആ കർത്താവിനെ പാനം ചെയ്യുക. തൻ്റെ വചനമാകുന്ന ആ തണ്ണീര് നമുക്ക് അനുദിനം കുടിച്ച്, ജീവൻ്റെ നദിയിൽ നിന്ന് കുടിച്ചു വേണം നമ്മൾ തൃപ്തിപ്പെടാൻ. ജീവൻ്റെ ജലം കുടിച്ചാൽ പിന്നെ ദാഹിക്കത്തില്ല എന്ന് യേശു ആ ശമരിക്കാരത്തി സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ സ്നേഹത്തിന് വേണ്ടി പലരുടെ അടുക്ക പോയി. 1 അല്ല 2 അല്ല 3 അല്ല 4 5 ഭർത്താക്കന്മാരും ഇപ്പോഴും 6ാമതൊരാളുമുണ്ട്. സ്നേഹത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീ ഇങ്ങനെ ഓടുന്നത്. പക്ഷേ യേശു പറഞ്ഞു, നീ എത്ര ഓടിയാലും മോളെ നിൻ്റെ ദാഹം തീരത്തില്ല, പക്ഷേ ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം ഞാൻ തരാം. ആ ജീവജലത്തിൻ്റെ ഉറവയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വി ഹാവ് കം ടു ദ ലിവിങ് ഫൗണ്ടൻ, ദ ഫൗണ്ടൻ ഓഫ് ലിവിങ് വാട്ടേഴ്സ്. then why are we still dry? ഈ ജീവൻ്റെ ഉറവയിലേക്ക് വന്നിട്ട് എന്താണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ വരണ്ട് ഉണങ്ങിയിരിക്കുന്നത്? Hallelujah. Let's drink. ആ ഉറവയിൽ നിന്ന് നമുക്ക് കുടിക്കാൻ, പ്രിയപ്പെട്ടവരെ. ആ ഉറവയിൽ നിന്ന് നമുക്ക് കുടിക്കാം. ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആ ജീവൻ്റെ വചനം നമ്മൾ കണ്ടെത്തി ഭക്ഷിക്കാതെ നമ്മുടെ വിശപ്പ് മാറത്തില്ല, നമുക്ക് ശക്തി കിട്ടത്തില്ല. ഈ ലോകത്തിലെ ഏത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് ശക്തി കിട്ടത്തില്ല. പക്ഷേ ആ ജീവൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചാൽ നമുക്ക് ബലം കിട്ടും. ആ ഉറവയിൽ നിന്ന് കുടിച്ചാൽ നമ്മുടെ ദാഹം മാറും. എല്ലാവരും ആ ദൈവസന്നിധിയിൽ വന്ന്, കർത്താവേ, എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് മടുപ്പുണ്ട്, എനിക്ക് നിരാശയുണ്ട്, എനിക്ക് ഭക്ഷണവും വേണം വെള്ളവും വേണം എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ഭക്ഷണവും വേണം വെള്ളവും വേണമെന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ഭക്ഷണവും വേണം വെള്ളവും വേണമെന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ഭക്ഷണവും വേണം വെള്ളവും വേണമെന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഭക്ഷണവും വെള്ളവും പാസ്റ്ററല്ല തരുന്നത്. ഒരു മനുഷ്യർക്ക് നമുക്ക് ഭക്ഷണവും വെള്ളവും തരാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ എഴുന്നേറ്റ് കുടിക്കണം. നമ്മൾ തന്നെ എഴുന്നേറ്റ് കുടിക്കണം. എന്നൊരു തീരുമാനമെടുത്താട്ടെ. കർത്താവേ,
അങ്ങയിൽ നിന്ന് കർത്താവെ ആ ഭക്ഷണം വാങ്ങി ഭക്ഷിക്കുവാനും, അങ്ങയിൽ നിന്ന് കർത്താവെ ആ ജീവൻ്റെ ജലം പാനം ചെയ്യുവാനും ഇതാ ഞാൻ ആഗ്രഹിച്ച് നിൻ്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. ശരീരത്തിന് വേണ്ടുന്ന ബലം, അടുത്തത് മനസ്സിന് വേണ്ടുന്ന ബലം, അതും വേണം. പലപ്പോഴും നമുക്ക് നിരാശയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ചില വിഷയങ്ങൾ. രാവിലത്തെ സർവീസിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. സംടൈംസ് ഗോഡ് മേ ടേക്ക് us ടു ഗ്രൗണ്ട് സീറോ. ഗ്രൗണ്ട് സീറോ എന്നൊരു സംഭവമുണ്ട്. അമേരിക്കക്കാരുടെ വലിയ അഭിമാനമായിരുന്നു അവരുടെ ട്വിൻ ടവർ, വേൾഡ് ട്രേഡ് സെൻറ്റർ. പക്ഷേ ആ ട്വിൻ ടവർ ഒറ്റ ദിവസം കൊണ്ട് അത് തകിടുപൊടിയായിപ്പോയി, തകർന്നുപോയി, തരിപ്പണമായിപ്പോയി. അതെല്ലാം അവശിഷ്ടങ്ങളെല്ലാം കൂടെ ആയിരക്കണക്കിന് ട്രക്കുകളിൽ അത് വാരി അവിടെ നിന്ന് മാറ്റി. ഒടുവിൽ ആ സ്ഥലം ക്ലിയർ ചെയ്ത് ആ കെട്ടിടം നിന്ന്, അഭിമാന സ്തംഭമായി നിന്ന ആ ട്വിൻ ടവർ നിന്ന് ആ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് ആ സ്ഥലത്തിനൊരു പേരിട്ട്. എന്താണെന്നറിയാമോ? ഗ്രൗണ്ട് സീറോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമാനമായി വെച്ചിരിക്കുന്ന പലതിനെയും ദൈവം ചിലപ്പോൾ അങ്ങ് മാറ്റും. നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ അഭിമാനമായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആരോഗ്യത്തെ ദൈവം തൊടും. നമ്മുടെ പണമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമ്പത്തായിട്ട് വെച്ച്, നമ്മുടെ സമ്പത്തിനെ നമ്മൾ ദൈവമായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അതിനെ അങ്ങ് തൊടും. നമ്മുടെ ജോലിയാണോ അതിനെ അങ്ങ് തൊടും. ബിസിനസ്സാണോ അതിനെ അങ്ങ് തൊടും. നമ്മുടെ ഫ്രണ്ട്സാണോ അവർ നമ്മളെ തള്ളിപ്പറയും. ചിലപ്പോൾ നമ്മുടെ സ്പൗസ്, നമ്മുടെ ജീവിത പങ്കാളി നമുക്കെതിരെ നിൽക്കും. നമ്മുടെ മക്കൾ, അവരിലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയം വെച്ചിരിക്കുന്നത്, അവർ നിസ്സഹായരായിപ്പോവും. മക്കളില്ലാഞ്ഞിട്ടോ മക്കൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു ആവശ്യത്തിനൊരു വെള്ളം തരാൻ പലപ്പോഴും മക്കളില്ല എന്നുള്ള ഒരു സത്യമാണ്. അത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല വീടുകളിലും. മക്കൾക്കായിട്ട് സ്തോത്രം, പക്ഷേ അവർക്ക് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ഒടുവിൽ ഇതൊക്കെ നമുക്ക് സഹിക്കാം. when your reputation is in ruins, അതാ അപാരം. മാനഹാനി സംഭവിക്കുക. കുടുംബത്തിലുണ്ടാകുന്ന ഒരു വിഷയം, ഒരു വിവാഹമോചനം, ഒരു പോലീസ് കേസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അപമാനം വരുത്തുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ നമുക്ക് പോകുന്നതൊരു കാര്യമുണ്ട്, മാനമെന്ന് പറയും, റെപ്യൂട്ടേഷൻ. അത് വലിയ പാടാണ്. പിന്നെ നമ്മളെന്നും ആ ഒരു റിമാർക്കോട് കൂടി അറിയപ്പെടുന്നത്. എനിക്കറിയാം, അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചാൽ വലിയ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ, വലിയ പ്രയാസമാണ്. പക്ഷെ അത് ചിലപ്പം ദൈവം തൊടും, ആ റെപ്യൂട്ടേഷനെയും ദൈവം തൊടും. എന്തിനാണെന്നറിയാമോ? നമ്മളൊരു ഗ്രൗണ്ട് സീറോയിലേക്ക് കൊണ്ടുവരാനാണ്. അവിടെ നിന്നാണ് പിന്നെ ദൈവത്തിൻ്റെ പണി തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന, ആശ്രയം വെച്ചിരിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ദൈവത്തിൻ്റെ കാൽ കീഴോട്ട് വെച്ചിട്ട് പറയാം, കർത്താവേ, അവയിലൊന്നും ഞാൻ ആശ്രയം വയ്ക്കുന്നില്ല, അങ്ങയിൽ മാത്രം ഞാൻ ആശ്രയം വയ്ക്കുന്നു എന്നെല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ലോർഡ്, ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു ആൻഡ് യു അലോൺ. ഐ ഡോണ്ട് പുട്ട് മൈ ട്രസ്റ്റ് ഇൻ എനി മാൻ, ഈവൻ ഇൻ മൈ ഫ്രണ്ട്സ് ഓർ ഇൻ മൈ ചിൽഡ്രൻ. ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു ആൻഡ് യു അലോൺ. ദൈവത്തോട് എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? എല്ലാവരും എത്ര പേരുന്ന ഈ ഉച്ച കഴിഞ്ഞ സമയത്തൊന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്ന സകലതിനെയും കർത്താവെ ഞാൻ അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നു. ഇനി ഞാൻ അങ്ങയിൽ മാത്രം ഞാൻ ആശ്രയം വയ്ക്കും. ലോകം എനിക്ക് ഒരാശ്വാസമേ അല്ല പ്രിയപ്പെട്ടെ, ലോകം എനിക്കൊരാശ്വാസമേ അല്ല. പലപ്പോഴും ലോകം നമ്മളെ ആശ്വസിപ്പിക്കും. എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ അടുത്തിരുന്ന് എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ തോളത്ത് തട്ടി പോട്ടെ 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 എല്ലാം ശരിയാവുമെന്ന് പറയും എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ആശ്വസിപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിരുന്നു എന്ന് യോബ് പറയുന്നുണ്ട് ഒരിടത്ത്. ചിലപ്പോൾ നമ്മൾ നോക്കിയിരുന്നാലും ആരും വരത്തില്ല. നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നവർ വന്ന് നമ്മളെ അക്യൂസ് ചെയ്യും. അതാ ഏറ്റവും വേദന. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ അത് നമ്മളെ താഴ്ത്തിക്കെട്ടാനല്ല, നമ്മളെ പണിത് ഉയർത്താനാ. ഈ ലോകം എനിക്കൊരു ആശ്വാസമായി, ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ.
നാൾ തോറുമേനിക്കാശ്വാസമായി തീർന്നിടണേ. നാൾ തോറുമേനിക്കാശ്വാസമായി തീർന്നിടണേ. യേശുവൻ പക്ഷമായി, യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുഭവം. ഇതിൽ കുറഞ്ഞ ഒന്നും നമുക്ക് വേണ്ട. എൻ്റെ യേശു എനിക്ക് പക്ഷമായി എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ആശ്വാസമായിട്ട് ഞാൻ പുറത്ത് ആരെയും കാണുന്നില്ല, ഒന്നിനെയും കാണുന്നില്ല, ലോകം ഒരിക്കലുമല്ല. എൻ്റെ യേശു എനിക്ക് ആശ്വാസകനായി എൻ്റെ കൂടെയുണ്ട്. അവൻ തരുന്ന അപ്പവും വെള്ളവും കുടിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കോളാം എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? അതിൽ പരം ആനന്ദകരമായൊരു ജീവിതം വേറെ ഇല്ല. അതിൽ പകരം ആനന്ദകരമായൊരു ജീവിതം വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെ ഒരു കർത്താവുമായിട്ടുള്ള ബന്ധത്തിനായിട്ട് നമ്മളെ ഏൽപ്പിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. I want everyone to say a word of prayer from the heart. Lord, this is exactly I want, Lord. This is the kind of life I want to live. This is the kind of life I want to live. Nothing else. Nothing more, nothing less. അതിനായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, എല്ലാവരും നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സഭയായ ദൈവകരങ്ങളിലേക്ക് നാം കേട്ട വനത്തിനു മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Brother Matthew Verghese, won't you come forward and close this meeting with a word of prayer? Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Hallelujah. Praise you, Master. Praise you, Master. Thank you, Lord, for this wonderful morning once again you've given our life, Master God. Thank you, Father, to take us to the life of Elijah, Master God. Hallelujah. In many times, Pastor, we individually, Master, we go and we run away from your presence, God. But Lord, you have tried to talk to us, each one of us this morning, telling us, wherever you run away from my presence, but I am constantly behind you. I want you, my daughter. I want you, my son, and I am not going to leave you, Master. That is the word you have given us, Father. Hallelujah. Each one of us, Father, we may run to any corner of this world and we may hide there, Master God. But Master, you are there with us. That is what the word has come very strongly for us. Lord God in heaven, help us to know your will in our lives, Master God. And live this in this world till we breathe our last moment, Master. It should be the Father, your will should prevail in our life, Master God. It's not my will. As in Gethsemane it said, as the Lord, you yourself, when you prayed to your Father, you said, let this cup overflow. But then he said, you are in your grief, Master. In that grief situation, he said, you didn't want to take it. But he said, let thy will be done in my life. Hallelujah. Master, let your will be done in my life. Hallelujah. In our life, Father. Thank you for the wonderful word you gave us, Father. We once again submit each one of us, the children, the youngsters, and the elders, and this church we submit in your presence, God. Every goodness be yours, every glory be yours. In Jesus' mighty name we pray.